അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ തകർച്ചയുള്ളവരും പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവർ അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കേസുകൾ ഒന്നിനൊന്ന് നീണ്ടുപോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി വീണ്ടും അപ്പീലിന് പോവുകയും അങ്ങനെ കാണാത്ത കാര്യക്ക് കോടതിയിൽ വാദിക്ക് കെട്ടിയിട്ടിരുന്ന ആൾക്കാർ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുദപിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. അനുദപിച്ചുകൊണ്ട് കർത്താവിന് ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കാൻ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. മുടി കൊഴിഞ്ഞു പോലെ കാണിക്കുന്നുണ്ട്. തലയോട്ടിൽ സിസ്റ്ററുകൾ കാണിക്കുന്നുണ്ട്. ശരീരത്തിലെ അരിമ്പാറ മുതലായ അതുപോലെ തന്നെ സിസ്റ്റുകളെ
സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞരമ്പുകളുള്ള സിസ്റ്റുകൾ, അതുപോലെ തന്നെ തടസ്സങ്ങൾ, ഞരമ്പുകൾ വന്നിട്ടുള്ള മുഴകൾ, അലർജി രോഗങ്ങൾ, അസ്ഥി തേയ്മാനങ്ങൾ, ലിഗമെൻ്റ് പോയിട്ടുള്ള അവസ്ഥകൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, അരസിസ് രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളിടത്ത് നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് ഉച്ചത സൂചിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, കൃപാസ്ഥാനത്താരെ ജീവരുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അവരുടെ മാധ്യസ്ഥത്തിലെ തൊണ്ടയുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. വചനത്തിൻ്റെ ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ വചനം പാലിക്കണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ഫെബ്രുവരി 6:1 അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. അപ്പൊ പ്രഥമ പാഠങ്ങളിൽ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതാണ് നേരത്തെ നമ്മൾ ഇന്നലെ കണ്ടത്. അദ്ദേഹത്തിന് 5:12 വയസ്സ് ഫെബ്രുവരി. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിരുന്നവരാണ്. പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. പാലും കട്ടിയുള്ള ഭക്ഷണം രണ്ടാണ്. കട്ടിയുള്ള ഭക്ഷണം എന്ന് പറയുമ്പോഴല്ല, അതാണ് ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള വചനങ്ങളാണ്. അതാണ് കട്ടിയുള്ള ഭക്ഷണം. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ബലമാകത്തുള്ളൂ. അല്ലെങ്കിൽ പാല് കുടിച്ചാൽ നമ്മൾ പാല് പോലെ ഇരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്, ഒരു കാഴ്ച ബംഗ്ലാവാണ്. കാഴ്ച ബംഗ്ലാവിൽ ഒരു വലിയ മഞ്ഞുണ്ട, ഐസുണ്ടയുടെ അകത്തൊരു ഇറച്ചി ഇരിപ്പുണ്ട്. ഒരു ഹിമക്കരടിനെ ആ കാഴ്ചബംഗ്ലാവിൽ വളർത്തുന്നുണ്ട്. ഹിമക്കരടി ഈ ഐസുണ്ട് ചാടിക്കൊണ്ടിടിച്ച് ഇതിനെ പൊട്ടിക്കും, ഈ ഇറച്ചി എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കമൻട്രി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഹിമക്കരടികൾ ധ്രുവപ്രദേശത്തല്ല ഉള്ളത്. അപ്പോൾ ഈ ധ്രുവത്തിലിങ്ങനെ മഞ്ഞുമൂടി കിടക്കുമ്പോൾ അതിൻ്റെ അടിയിലാണ് മൃഗങ്ങളൊക്കെ ചത്ത് ഒക്കെ ഇരിക്കണത്. മഞ്ഞുരുകി വീഴുന്ന സമയത്ത് പെട്ടെന്ന് ഉറച്ചു പോവില്ല. അങ്ങനെ അതിൻ്റെ അകത്ത് പെട്ട ജീവികളെ, മീനും ഉണ്ടാകുന്നതുപോലെ മത്സ്യങ്ങളും. ഇപ്പോൾ ഹിമക്കരടി എന്ത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആനിമൽ പ്ലാന്റ്സിലൊക്കെ, അവൻ 2 മുൻകാലുകൾ കൊണ്ട് ചാടിക്കൊണ്ട് ഐസായിട്ട് ഇടിക്കും, തല കൊണ്ടിടിക്കും, മോന്തയും കൈയും വെച്ചുകൊണ്ട് ചാടി ഇടിച്ച് ഐസ് പൊട്ടിക്കും. ഐസ് പൊട്ടിച്ചിട്ടാണ് ഇരുന്ന് ആ മൃഗത്തെ എടുത്തതിന് കഴിക്കണത്. ഈ ഹിമക്കരടിനെ കൊണ്ട് കാഴ്ച ബംഗ്ലാവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ സിംഹത്തിന് കൊടുക്കണ പോലെ ഇറച്ചി എറിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എറിഞ്ഞു കൊടുത്താൽ 6 മാസം കഴിയുമ്പോൾ ഈ ഹിമക്കരടി ചത്തുപോകും. കാര്യം എന്താണ്? അവൻ്റെ ഇങ്ങനെ ഇടിച്ച് ബലമുള്ള സംഭവത്തിനൊക്കെ എക്സസൈസ് കിട്ടത്തില്ല. അത് കാരണം സയൻറ്റിസ്റ്റുകൾ ഹിമക്കരടിയെ കാഴ്ചബംഗ്ലാവ് കൊടുക്കുമ്പോൾ ഇവൻ എങ്ങനെയാണ് ധ്രുവപ്രദേശത്ത് ഇറച്ചി കഴിച്ചത്, അതുപോലെ ഇറച്ചി എടുത്തിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഐസുണ്ടയൊക്കെയാണ് കൊടുക്കുന്നത്. ഇടിച്ച് പൊട്ടിച്ച് 10 മിനിറ്റ് കൊണ്ടാണ് ഈ ഐസ് പൊട്ടിച്ച് ഇതിൻ്റെ ഇറച്ചി എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ തളർന്ന് കുടിഞ്ഞ് മടങ്ങിയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, കൊല്ലരുത്. ക്യാപ്സ്യൂൾ കാറ്റീസത്തിന് ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് പിന്നെ നിങ്ങൾ മുതിർന്നതനുസരിച്ച് ഇതുപോലുള്ള വചനങ്ങൾ കേട്ട് അല്ലാതെ ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകണമാണ്, ഞങ്ങൾക്ക് വീട്ടിൽ ജപമാല ഉണ്ട് എന്ന് പറഞ്ഞ് മസ്തി പിടിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. കാര്യം സഭ വളർന്നവൻ ശരിക്കും വളർന്ന വിശ്വാസത്തിൽ അവന് ഒരു പീഡനകാലം വരികയാണെങ്കിൽ അവനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയിട്ടുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർ പീഡനകാലം വരികയാണെങ്കിൽ കരുത്ത് നേടിയിട്ടുണ്ട്. ഇന്ത്യയെ പോലുള്ള രാജ്യം ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പല കാര്യങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പേരിലാണ് ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇതൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് അന്ന് മുതലേ ഉള്ളതാണ്. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് കർത്താവ്. അപ്പോൾ അതൊക്കെ എന്തിനാ സഭ പ്രാർത്ഥിക്കുവാനും, ഇതുപോലെ ഹിമക്കരടി ഇടിച്ചിറച്ച് അതിൻ്റെ ഇരയെടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കഠിനമായ സമയത്ത്
നമ്മളെ നിലനിർത്താൻ വേണ്ടിയാണ്, നിങ്ങളെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ കർത്താവ് ഇങ്ങോട്ട് അയച്ചതെന്നല്ലേ ജോസഫ് പറയണത്. കന്യാസിമാരെ ജയിലിലേക്ക് വിട്ടത് കേരളത്തിൻ്റെ ആത്മീയ ജീവൻ സംരക്ഷിക്കാനും കരുത്തുണ്ടാകാൻ വേണ്ടിയാണെന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാർത്ഥനയുടെ കാലമാണ്, നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി വരാൻ പോകുന്നതിനേക്കാൾ ഭയാനകമായ പ്രാർത്ഥനയുടെ കാലമാണ്. ആദിമസഭയുടെ ചൈതന്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. എൻ്റെ പേര് നിഷ. ഞാൻ കൂനമ്മാവ് സെൻറ്റ് ഫിലോമിനസ് ഇടവക അംഗമാണ്. ഈ പരിശുദ്ധമായ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഞാൻ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും യേശുപ്പയ്ക്കും നന്ദി പറയുന്നു. ഞാൻ UK നിന്നാണ് വരുന്നത്. ഞാൻ നേഴ്സാണ്. തിയേറ്റർ അസിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ ഒരു NHSൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം അച്ഛൻ പറയുന്ന വരെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ ചുവടുവെപ്പിലും മാതാവ് ഈശോയും കൂടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ നേഴ്സാകാനായിട്ട് എൻ്റെ പ്രൊഫഷൻ എടുത്തത് എൻ്റെ ഒത്തിരി പാഷനായിരുന്നു നേഴ്സിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ബാൻഡ് 3 ആണ്. ശരിക്കും പറഞ്ഞാൽ OET പാസ്സായാൽ മാത്രമേ ഒരു നേഴ്സാകാനായിട്ട് സാധിക്കത്തുള്ളൂ. OET പാസ്സായാൽ മാത്രമേ നേഴ്സാകാൻ പറ്റത്തുള്ളൂ. പക്ഷേ UK ഒരു പുതിയ നിയമം വന്നു. നമുക്ക് 1 ഇയർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനേജർ സിഫ് പാത്വേ എന്ന് പറയും, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നേഴ്സാകാൻ പറ്റും. അപ്പം ഞാൻ NHS ഹോസ്പിറ്റലിൽ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മാനേജർ എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ OSCE CBT എന്നോട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയേറ്റർ ഈ നേഴ്സിംഗ് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാൻഡ് 3 ആയിട്ട് വർക്ക് ചെയ്യും, നമുക്ക് ആ പൊസിഷനിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും. പക്ഷേ ഇപ്പോൾ പുതിയൊരു നിയമം വന്നു, നമുക്ക് ജോലി കിട്ടുന്നവരെ ആ ബാൻഡ് 3 ആയിട്ട് നമുക്ക് നിൽക്കാമെന്നൊരു നിയമം വന്നതുകൊണ്ട് എൻ്റെ മാനേജർ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. OSCE എഴുതാൻ പോയപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ് ഞാൻ ഡേറ്റ് എടുത്തത്. ഞാൻ 2-3 ഡേറ്റ് മാതാവിന് കൊടുത്തു. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 2024 ഉടമ്പടി എടുത്തത്. മാതാവിനോട് ഞാൻ എല്ലാം സംസാരിക്കും. മാതാവിനോട് ഞാൻ ഡേറ്റ് കൊടുത്തു. മാതാവ് വന്ന ഡേറ്റാണ് മാർച്ച് 7-ാം തീയതി. പക്ഷെ അത് 1 മാസത്തെ ഗ്യാപ്പുള്ളൂ OSCE എഴുതാനായിട്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, എടി ഈ 1 മാസം കൊണ്ട് നീ എന്തായാലും OSCE പാസ്സാകാനും പോകുന്നൊന്നുമില്ല, നീ ഡേറ്റ് മാറ്റെന്ന് പറഞ്ഞു. അപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് തന്നെ ആ കൊച്ച് എക്സാം എഴുതിയാണ്. അപ്പോൾ ആ കൊച്ച് എന്നോട് പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഡേറ്റ് മാറ്റാൻ നോക്കിയിട്ട് പറ്റണില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വിളി തന്നെയാണ്, ഇത് മാറ്റണ്ട, മാതാവ് തന്ന ഡേറ്റ് ആണല്ലോ, പിന്നെ ഞാനെന്തിനാ മാറ്റണത്. അപ്പോൾ ഞാൻ പറഞ്ഞു തോറ്റാലും കുഴപ്പമില്ല, എന്തായാലും ഞാൻ ഈ മാർച്ച് 7-ാം തീയതി ഒരു റിസ്ക് എടുത്തിട്ട് എഴുതാൻ പോണേന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഈ OSCE നമുക്ക് പാസ്സാകണമെങ്കിൽ പ്രാക്ടിക്കൽ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ എന്നാലേ നമ്മൾ പാസ്സാകത്തുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ എന്തായാലും ഇനി പൈസ 900 പൗണ്ട് കൊടുക്കണം അതിന്, എന്തായാലും പൈസ കൊടുത്ത് പ്രാക്ടിക്കൽ ഞാൻ പോകുന്നില്ല. മാതാവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്. അപ്പം നമുക്ക് കുറച്ച് ബേസിക് മനസ്സിലാക്കണം. അപ്പം ഞാൻ ഓൺലൈനിൽ 90 പൗണ്ട് കൊടുത്തിട്ട് നമുക്കവർ വെർബലൈസ് ചെയ്ത് തരും. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അസസ്മെൻറ്റ് എന്തൊക്കെയാണ് ചെയ്യണത് അവർ പറഞ്ഞു തരും. അങ്ങനെ ഒരു കോഴ്സിന് ചേർന്നു. പിന്നെ കുറേ വീഡിയോ കണ്ടു. എനിക്ക് ആരും പ്രാക്ടീസ് ചെയ്യാനില്ല, അസസ്മെൻറ്റ് മാത്രം എൻ്റെ മോളോട് പറഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്തു. മറ്റേ രോഗിയോട് സംസാരിക്കണം. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ അവൾ ഇറിറ്റേറ്റീവ്, എൻ്റെ പഠനമൊന്നും നടക്കത്തൊന്നുമില്ല. അപ്പം അങ്ങനെ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടു. എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട്സെല്ലാം പറയും എന്തായാലും നീ പാസ്സാകത്തൊന്നുമില്ല, കാരണം ഈ പ്രാക്ടീസ് ചെയ്യാതെ എങ്ങനെയാണ് പാസ്സാകണത്. പക്ഷെ ഞാൻ ഉടമ്പടിയിലാണല്ലോ, പിന്നെ ഞാനിതിനെ ഭയപ്പെടുന്നത്. ഞാൻ പിന്നെ കുറേ വീഡിയോ കണ്ടു. എനിക്ക് എക്സാമിൻ്റെ ദിവസം വന്നു. വീട്ടിലിരുന്നാണെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, കാരണം ലാപ്ടോപ്പ് എടുത്താലും മോള് സമ്മതിക്കത്തില്ല. പിന്നെ ഡ്യൂട്ടി ഉണ്ട് എനിക്ക് തിയേറ്ററിൽ. രാവിലെ 8 മണിക്ക് കയറണമെങ്കിൽ 6 മണി വരെയാണ്. വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പഠിക്കാനും പറ്റുന്ന ആകെ കൂടി സ്ട്രെസ്സ്, എങ്ങനെ പാസ്സാകും, പഠിക്കാനും പറ്റണില്ലല്ലോ. അപ്പോൾ മോളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് വീടിൻ്റെ അടുത്തൊരു ചേച്ചിന് ഞങ്ങൾക്ക് ഹെൽപ്പായിട്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു നിഷ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ വന്ന് അവരുടെ വീട്ടിൽ തൊട്ടടുത്താണ്, അവരുടെ വീട്ടിൽ വന്ന് താമസിച്ച് നീ പഠിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൊട്ടടുത്താണ് വീട്, എൻ്റെ പെട്ടിയായിട്ട് ഞാൻ ആ വീട്ടിൽ പോയി. ആ ചേച്ചി അവിടെ നിന്ന് ഞാൻ രാത്രി ഇരുന്ന് പഠിച്ചു, മാതാവിൻ്റെ പ്രാർത്ഥിച്ചു. പിന്നെ അതിനുശേഷം പ്രാക്ടിക്കൽ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ 10 സ്റ്റേഷനാണ് ഞങ്ങൾക്കുള്ളത് എക്സാമിന്. അപ്പം നമുക്ക് ഏതാ വരണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ മാതാവിന് 10 സ്റ്റേഷൻ എഴുതിയിട്ട് ഞാൻ മാതാവിൻ്റെ കയ്യിൽ കൊടുത്ത്, എന്നിട്ട് ഞാനൊരു പ്രാർത്ഥിച്ചിട്ട് വിശ്വാസപ്രമാണത്തിൽ ഞാൻ എടുത്തു. എനിക്ക് കിട്ടിയത് ഹെർണിയ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്കിൽ ക്ലിനിക്കൽ അസസ്മെൻ്റ് നമുക്ക് പ്രാക്ടീസ് ഉണ്ട്. 4 ക്ലിനിക്കൽ സ്റ്റേഷനുണ്ട്.
അപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ റൈറ്റിംഗ് ആയിരിക്കും, 2 പ്രാക്ടിക്കലായിരിക്കും. പക്ഷേ ഈ ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാസ്സാകാൻ. MSc എന്ന് പറയും, യൂറിൻ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ആൾക്കൂടി വിഷമം. ഇപ്പം ഞാൻ മാതാവേ എനിക്കിത് വേണ്ട, എന്നെക്കൊണ്ട് പറ്റും. കാരണം എനിക്ക് പൈസ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. ഞാൻ പ്രാക്ടിക്കൽ ചെയ്യാതെ എങ്ങനെയാണ് പോയി പ്രാക്ടിക്കൽ 4 പ്രാക്ടിക്കൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു, എനിക്ക് ആൾക്കൊരു ടെൻഷനാണ്, എനിക്കിങ്ങനെ മാതാവ് വന്നേക്കണത് ഹെർണിയാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ആ കൂട്ടുകാരുടെ ഫ്രണ്ട് റീസെൻ്റ്ലി ഓസ്കി എക്സാം എഴുതിയതാണ്. അപ്പം ഞാൻ പറഞ്ഞ് അവളോട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയൂ, ഒന്ന് വെർബലൈസ് ചെയ്യണം, ആരെങ്കിലും ആയിട്ട് നമ്മൾ ഒരിക്കൽ കൂടി എങ്ങനെ പ്രാക്ടീസ് ചെയ്യണ്ടേ. അപ്പോൾ പുള്ളിക്കാരത്തി ആ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞ് എന്നെ വിളിക്കാൻ പറഞ്ഞ് നമ്പർ കൊടുത്തു. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ ചേച്ചി വീട്ടിലേക്ക് പോരെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിയേറ്ററിലായതുകൊണ്ട് എനിക്ക് പേഷ്യൻറ്റിൻ്റെ ആയിട്ട് എനിക്ക് അത്ര കോൺടാക്റ്റ് ഇല്ല. കാരണം ബോധമൊക്കെ എടുത്ത ശേഷം നമ്മുടെ അടുത്തേക്ക് പേഷ്യൻറ്റ് വരേണ്ടത്. അപ്പോൾ ഡ്രസ്സിങ് സെറ്റ് അങ്ങനെയൊന്നും കിട്ടത്തൊന്നുമില്ല, അവിടെ പുറത്ത് വാങ്ങിക്കാനും കിട്ടില്ല. അപ്പോൾ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നൊരു ഡ്രസ്സിങ് സെറ്റ്, ആ ഒരു ഡ്രസ്സിങ് സെറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ആ ഒരു ദിവസം ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കൂട്ടുകാരത്ത് പറഞ്ഞ് ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഓപ്പണാക്കി പിന്നെ അത് തിരിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു ചേച്ചി ഞാൻ പറഞ്ഞു തരാം. ആ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഒരു പ്രാക്ടിക്കൽ ചെയ്യുന്നതല്ലാണ്ട് വേറൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ വെർബലൈസ് ചെയ്യാൻ എനിക്കറിയാം, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസം മാതാവിനെ ഒരുക്കിയതാണ്. എക്സാമിന് ഞാൻ ഹെർണിയ വേണ്ടെന്നല്ലേ മാതാവിനോട് പറഞ്ഞേക്കണത്. അപ്പോൾ എന്തായാലും ഞാൻ ചെന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടുന്ന അസസ്മെൻറ്റിനാണ് നഴ്സിങ്ങിന്, അത് UK അറിയാമായിരിക്കും. പക്ഷേ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ക്ലിനിക്കൽ, ഈ 4 ടെസ്റ്റ് ചെയ്യണ കിട്ടിയത് എനിക്ക് കിട്ടിയത് ഈ ഹെർണിയക്ക് എന്തൊക്കെയാണ് വരുന്നത് അത് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്കൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്, ആ ടൈം പീരീഡിനുള്ളിൽ ആ പ്രൊസീജിയർ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് കണ്ടതോടെ എനിക്ക് ആകെ ഒരു ടെൻഷനായി. പക്ഷേ ഹെർണിയാണെന്ന് എനിക്ക് അറിയത്തില്ല ശരിക്കും. അപ്പം ഈ ക്ലിനിക്കൽ സ്കെയിൽ 8 മിനിറ്റുള്ളിൽ ചെയ്യണം. പിന്നെ നമ്മൾ ലാസ്റ്റ് ഗ്ലൗസൊക്കെ ഊരി ഹാൻഡ് വാഷൊക്കെ ചെയ്യണം. പക്ഷേ എനിക്കതിനുള്ള ടൈം ഗ്യാപ്പൊന്നും കിട്ടിയില്ല. പ്രൊസീജിയർ ചെയ്തു, ആ പഠിച്ചൊക്കെ കുറേ വീഡിയോസ് കണ്ടതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഞാൻ പ്രൊസീജിയറൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഒരു ഗ്ലൗസ് ഡിസ്പോസ് ചെയ്യാനോ ഹാൻഡ് വാഷ് ചെയ്യാനോ സമയം കിട്ടിയില്ല. പിന്നെ എനിക്ക് സ്ട്രെസ്സായി, എൻ്റെ ദൈവം ഞാൻ തോറ്റു. അപ്പോൾ ഞാൻ മനസ്സിൽ ചോദിച്ചു, ഇതെല്ലാം പാളിപ്പോയി, ഞാൻ ജയിക്കൂല, ഇത് ഞാൻ ഫുൾ പൂർത്തീകരിച്ചില്ലല്ലോ, ആ ഒരു ടെൻഷൻ. പിന്നെ തുടർന്നുള്ള ഇതിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പുറത്തിരുന്ന് മാതാവിനോട് കരഞ്ഞു. ഞാൻ കരയണതൊക്കെ അസസറിന് കാണാം. മാതാവിനോട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എല്ലാം എങ്ങനെയൊക്കെ അതെല്ലാം ചെയ്തു. എനിക്ക് ആയെക്കൂടി അറിയാവുന്നത് അസസ്മെൻ്റാണ്. മോളായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അസസ്മെൻറ്റ് ക്ലിയറായിട്ട് എനിക്കറിയാം. അല്ലാതെ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം 4 എൻ്റെ ക്ലിനിക്കൽ സ്കില്ല് കഴിഞ്ഞു. ലാസ്റ്റാണ് എൻ്റെ അസസ്മെൻറ്റ് വന്നത്. അസസ്മെൻറ്റ് നോക്കിയപ്പോൾ ഈ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കാണണത് എനിക്ക് മാതാവ് ഏതാണ് തന്നത്, ആ വിഷയം ഹെർണിയ. സത്യം പറഞ്ഞ് എനിക്ക് ആകെ കൂടി എന്തോ മാതിരിയായി പോയി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം. ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വാഷിങ് ചെയ്യണമില്ല. പ്രൊസീജിയർ ചെയ്താലും നമ്മൾ ലാസ്റ്റ് തിങ്സൊക്കെ റീപ്ലേസ് ചെയ്യണം. ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പം ഞാൻ മാതാവിൻ്റെ പുറത്തേക്ക്, മാതാവേ എന്നെ ഫുള്ളായിട്ട് ജയിപ്പിച്ചില്ലെങ്കിലും വേണ്ട, എനിക്കിനി ഫുൾ പൈസ മുടക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ എനിക്ക് പാതി എങ്ങനെ ജയിക്കുവാണെങ്കിൽ നമുക്ക് പാതി പൈസ കൊടുത്ത് അടുത്ത എക്സാം എഴുതാം, 3 സിറ്റിംഗ് ഉള്ളൂ. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എല്ലാവരോടും പറഞ്ഞു ജയിക്കണ ആരും സംശയമുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഞാൻ ഇതിന് പോയേക്കണേന്ന്. അപ്പോൾ എല്ലാവരും കണ്ടു വെച്ചു, നിഷ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം. പിന്നെ എനിക്ക് വേണ്ടി ആ സമയത്ത് എൻ്റെ അമ്മ എഴുതിരുത്തിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ വീട്ടിൽ കുടുംബത്തിൽ പല ആൾക്കാരും ഉടമ്പടി എടുത്തവരാണ്. അപ്പോൾ അവരൊക്കെ സമയം അറിയാതെ എല്ലാവരും പ്രാർത്ഥിച്ചു. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അവരൊക്കെ തിരികെത്തിച്ച് ആ സമയത്ത് പ്രാർത്ഥിച്ചു. അങ്ങനൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം തിങ്കളാഴ്ച റിസൾട്ട് വേണം. ഡ്യൂട്ടിക്ക് പോയപ്പോൾ തുടങ്ങി എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ജയിക്കുമെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും അടുത്ത പ്രാവശ്യം എഴുതേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞു. ഡ്യൂട്ടിയിലിരിക്കും, ഞങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ മെസ്സേജിൻ്റെ ഒരു ശബ്ദം കേട്ടു. സാധാരണ ഈ റിസൾട്ട് വരുമ്പം നമ്മൾ ഏത് എക്സാം എഴുതിയ സെൻറ്ററിൽ നിന്നാണ് റിസൾട്ടിൻ്റെ ഇത് വരുന്നത്. പക്ഷേ എനിക്ക് വന്നത് NMC എന്നാണ്. അപ്പോൾ NMCയുടെ ഇത് കാണാം. അപ്പോൾ ഞാൻ ഞങ്ങളുടെ മാനേജർ ചോദിച്ചു, എനിക്കൊരു NMC എന്നൊരു മെയിൽ വന്നിട്ട് ഒന്ന് തുറന്നു നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് തുറന്നു നോക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, ഞാൻ പാസ്സായി. എനിക്ക് എല്ലാവരും ഞാൻ തോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പാസ്സായി. അതിന് അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം വിജയകരമായി പൂർത്തീകരിക്കുന്ന എനിക്ക് വിശ്വാസം ഉണ്ടായി.
അല്ല, ഞാൻ പറഞ്ഞല്ല, എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, എൻ്റെ മാതാവും ഈശോയും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഈ ഓസ്കിയുടെ സമയത്ത് തന്നെ ഞാൻ ഡ്രൈവിങ്ങിൻ്റെ തിയറി ടെസ്റ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ രണ്ടും ഒരുമിച്ച് ആ 1 മാസത്തിനുള്ളിലാണ് ഞാൻ ഈ ഡ്രൈവിങ്ങിൻ്റെ തിയറി ടെസ്റ്റിനും ഓസ്കിക്കും ഡേറ്റ് എടുത്തത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു രണ്ടും ഒരുമിച്ച് എടുത്തേക്കണേണ് ആൾ, ജയിക്കും തോന്നണില്ല എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ധാരണ. അതേപോലെ ഈ ഡ്രൈവിങ്ങിൻ്റെ തിയറി ടെസ്റ്റിനാണെങ്കിലും ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് തിയറി ഉണ്ട്, വീഡിയോസ് ഉണ്ട്. തിയറിയിൽ എനിക്ക് നല്ല ഫുൾ മാർക്കുണ്ട്, പക്ഷേ വീഡിയോസ് മിക്കപ്പോഴും ഞാനിങ്ങനെ ക്ലിക്ക് ഒരു ഫ്ലോപ്പായി പോകണേണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ ഉപ്പ്, ഞാൻ എപ്പോൾ പോവുകയാണെങ്കിലും എൻ്റെ ബാഗിലാണെങ്കിൽ ഒരു ബൈബിളും കൃപാസനത്തിൻ്റെ ഉപ്പ് ഈ നമ്മുടെ കൃപാസനത്തിലെ പത്രം എൻ്റെ ബാഗിൽ, ഏതൊക്കെ ബാഗ് കൊണ്ടുവന്നു ആ ബാഗിലെല്ലാം ഒരു കൃപാസനത്തിന് പത്രമുണ്ട്. എനിക്കെന്തോ പ്രൊട്ടക്ഷനാണത്. അപ്പോൾ ഈ കൃപാസനത്തിൽ ഉപ്പ് ഞാൻ എപ്പോഴും കൊണ്ടുപോകും. കൃപാസനത്തിൽ ഞാൻ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിന് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും 15 വീഡിയോ ആണ്, 2 എണ്ണം ഫ്ലോപ്പായി, 0 മാർക്കാണ്. പിന്നെ 13 ഉള്ളൂ. പിന്നെ തിയറി അഹങ്കാരമുള്ള മീൻസ് എല്ലാം ഫുൾ ചെയ്യും, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫുൾ ശരിയായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലിരുന്ന്, പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 41 മാർക്ക് തിയറിക്ക് വേണം, എനിക്ക് വീഡിയോ 2 എണ്ണം ഓൾറെഡി ഫ്ലോപ്പായി. 13 ഇതായിട്ടുള്ളൂ. ഇപ്പം അതിലെത്ര സ്കോർ കിട്ടുമെന്ന് അറിയില്ല. എൻ്റെ മാതാവ് പക്ഷേ വളരെ അത്ഭുതത്തോടെ 65 മാർക്കോടുകൂടി എൻ്റെ മാതാവ് പാസ്സാക്കി. പിന്നെ അതേപോലെ തന്നെ ഈ NMC രജിസ്ട്രേഷനിൽ നമുക്ക് ഈ നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് മീഡിയത്തിലാണെന്നുള്ള ലെറ്റർ വേണം. ഞാൻ 96 പാസ് ഔട്ട് ആയതാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ വേറെ ആൾക്കാരെ ഏറ്റെടുത്ത്. അപ്പം ഞാൻ എവിടെ പോയാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്, ഈ കോളേജിൽ നിന്ന് വേണം ഇത് വരാൻ. അപ്പം എൻ്റെ ഫാദറും എൻ്റെ ഒരു അങ്കിളും കൂടെ പോയി അന്വേഷിച്ചപ്പം ഞാൻ പഠിച്ച ഹോസ്പിറ്റലിലെ പിള്ളേരുടെ വർക്കുകൾ എൻ്റെ ഒരു മാനേജർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ മാനേജറായിട്ട് എനിക്ക് മെസ്സേജുള്ള പരിചയമുള്ള ആളായിട്ട് ഞാൻ ഇതുവരെയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ ലെറ്ററിന് വേണ്ടി നമ്മൾ തന്നെ പോകണം. ശരിക്കും എൻ്റെ അപ്പന് 84 വയസ്സായി, അച്ഛന് മദ്രാസ് വരെ പോകാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്കിളിന് പോകാൻ പറ്റില്ല, അങ്കിളിനും പ്രായമുള്ളതാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ മാനേജർ വഴി പ്രിൻസിപ്പാൾ തരാമെന്ന് പറഞ്ഞു. ഞാനൊരു ഫ്രണ്ടിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ അടുത്തുള്ള കൊച്ചു പറഞ്ഞു അവൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പറഞ്ഞാണ് അതിന് പറ്റില്ല എന്ന്. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ കൂടി സ്ട്രെസ്സാണ്. ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ ചോദിച്ചു ആരെങ്കിലും മദ്രാസിലുണ്ടാവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു എന്തിനാ. അപ്പോൾ അവളുടെ പെങ്ങളുടെ വീട് അവിടെ മദ്രാസിലാണ്, അവരോട് ചോദിച്ചു നോക്കട്ടെ, ഞാൻ എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി 2 മണി ആയപ്പോഴത്തേക്ക് അവൾ എന്നെ വിളിച്ചേക്കണം, നിഷ പെട്ടെന്ന് എല്ലാ പേപ്പറുകളും അയച്ചു കൊടുക്ക്, അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാം ധൃതി പിടിച്ച് എല്ലാ പേപ്പറുകളെല്ലാം അയച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ നമ്മളീ പഠിച്ച ഇവിടുത്തെ നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു റെഫറൻസ് വേണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം. അല്ലാതെ ഒരു അത് നഴ്സിംഗ് പഠിച്ച് പിള്ളേർക്ക് അറിയാം പൈസ തന്നാലേ പറ്റത്തുള്ളൂ. പക്ഷേ 1 രൂപ പോലും വാങ്ങിക്കാതെ എൻ്റെ സർട്ടിഫിക്കറ്റ് UK ഒരു രൂപ പോലും അയച്ച എൻ്റെ കൂട്ടുകാരുടെ പെങ്ങളുടെ ഭർത്താവ് പുള്ളി ലീവ് എടുത്താണ് പോയത്. പക്ഷേ 1 രൂപ പോസ്റ്റൽ പൈസ കൊടുക്കണ്ട, അതുപോലും പുള്ളിയുടെ കയ്യിൽ നിന്ന് കാശെടുത്താണ് പോസ്റ്റലിൽ അയച്ച് എൻ്റെ വീട്ടിലേക്ക് അയച്ചത്. എൻ്റെ എക്സാമിന് മുമ്പ് എനിക്ക് ആ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടി. എല്ലാ രീതിയിലും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എല്ലാ രീതിയിലും എൻ്റെ ഓരോ ചുവടുപ്പിലും മാതാവ് ഈശോയും കൂടെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ NMC പിന്നും അതെ മാനേജർ അവരയക്കണം. പുള്ളിക്കാരി ഒരാഴ്ച ലീവായിരുന്നു, മാനേജർ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അതും ഒരാഴ്ച ആ സമയം ഇപ്പോഴത്തേക്കും ഞങ്ങളുടെ മാനേജറുടെ ഹസ്ബൻഡ് ICUയിൽ അഡ്മിറ്റാണ്. ആ ഒരാഴ്ച അങ്ങോട്ട് പോയി. നമുക്ക് എത്രയും പെട്ടെന്ന് പിൻ നമ്പർ കിട്ടണമല്ലോ. NMCന്ന് ലെറ്റർ വന്നേക്കണേ സിഫിന് ഇവർ ഫോം സൈൻ ചെയ്ത് അയക്കണമെന്ന്. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ മാനേജർ വന്നു. അപ്പോഴും ഞാനിരുന്ന് പ്രാർത്ഥിക്കണേ, മാതാവ് എത്രയും പെട്ടെന്നൊന്ന് എൻ്റെ NMC പിൻ നമ്പർ കിട്ടാനുള്ള മാതാവിനെ ഒരുക്കി തരണേന്ന്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ മാനേജർ പുള്ളിക്കാരി അങ്ങനെ ചെയ്യുന്ന ആളല്ല, പക്ഷേ എല്ലാം കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് 2 മാനേജർ സൈൻ ചെയ്യണം. ഞാൻ പോകണം ശരിക്കും, പക്ഷേ ഞാൻ പോകാതെ തന്നെ ഈ മാനേജർ തന്നെ ബാൻഡ് 8ൻ്റെ അടുത്ത് സൈൻ വാങ്ങിച്ച് എല്ലാം ചെയ്തു തന്നു. എൻ്റെ NMC പിൻ നമ്പർ 31 ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ NMC പിൻ നമ്പർ 15 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം എൻ്റെ മാതാവ് എൻ്റെ ഈശോയും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. പിന്നെ അതുപോലെ ഉപ്പും കൊണ്ട് എൻ്റെ വീട് ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ UK പിള്ളേരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വേണം. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ പിള്ളേരൊക്കെ അവർക്ക് നൈറ്റിന് പോകുമ്പോൾ ചിലപ്പോൾ 2 പേർക്ക് നൈറ്റ് ആയിരിക്കും. അപ്പോൾ കൊച്ചുങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും, അങ്ങനെ ഹെൽപ്പ് ചെയ്യും.
പിന്നെ അതേപോലെ തന്നെ ഞാൻ എല്ലാ മാസവും എൻ്റെ സാലറിയിൽ നിന്ന് മെഡിസിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡയാലിസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആഴ്ചയിലും ഡയാലിസിൽ ഒരു കൊച്ചിന് എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഫുഡ് ആശുപത്രി പോയി ശുശ്രൂഷിക്കാനൊന്നും UK പറ്റത്തില്ല. എൻ്റെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു ജപമാല ഉണ്ടാവും. ഞാൻ പ്ലാസ്റ്റിക് സർജറിയിൽ വർക്ക് ചെയ്യണത് ബ്രസ്റ്റ് ഓപ്പറേഷൻ നടക്കുന്ന രാവിലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യും, ബ്രസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന യൂണിറ്റിലാണ്. അപ്പോൾ രാവിലെ കയറിയിട്ടുണ്ടെങ്കിൽ 8 മണി 10 മണി ചില സമയത്ത് 11 മണി വരെ നീണ്ടുപോകുന്ന സർജറിയാണ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി ജപമാല ചെല്ലും. അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കുർബാന, ഇംഗ്ലീഷ് പള്ളിയാണ്. എനിക്ക് ഓഫ് കിട്ടുമ്പോൾ ഞാൻ പള്ളിയിൽ പോവും. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഓൺലൈനിൽ കുർബാന കൂടും, എല്ലാ ഞായറാഴ്ചയും കൂടും. പിന്നെ കുമ്പസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എപ്പോൾ അവസരം കിട്ടുന്നു അപ്പോഴൊക്കെ ഞാൻ പോയി കുമ്പസാരിക്കും. അതൊക്കെയാണ് എൻ്റെ ആത്മീയമായ വളർച്ച. പിന്നെ ഞാൻ പ്രാർത്ഥന, എൻ്റെ യാത്രകളിൽ ജപമാല, ഞാൻ എൻ്റെ യാത്രയും പിന്നെ വീട്ടിലെനിക്ക് അത്രയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു അവസരം എൻ്റെ വീട്ടിലുള്ളത്. ഞാൻ വിശ്വസിക്കുന്ന മാതിരി എൻ്റെ വീട്ടിൽ വിശ്വാസമുണ്ട്, പക്ഷെ അവരുടെയൊക്കെ മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ കൃപാസനത്തിൽ പോകണമെന്ന് പറയണത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാനിവിടെ വരേണ്ട വ്യക്തിയല്ല. ഞാൻ ഇന്ന് കുർബാനയ്ക്ക് പള്ളിയിൽ പോയപ്പം എനിക്കെന്തോ എന്നെ മാതാവ് വിളിച്ച മാതിരി തോന്നി. ഞാൻ അതുകൊണ്ട് ഞാൻ പള്ളിയിൽ നിന്ന് ഓടി എൻ്റെ ഉടമ്പടി പത്രം ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ വേഗം ഓടി ഞാൻ പോകുന്നത് ഇവിടെ 11:30. അപ്പം മാതാവ് എന്നെ വിളിച്ചു വരുത്തിയതാണ്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും എൻ്റെ ജീവിതം തന്നെ ഞാൻ സമർപ്പിക്കണം. മരണം വരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ കുടുംബം കൃപാസന മാതാവിൽ വിശ്വസിക്കാനുള്ള കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും എല്ലാവരും കൃപാസന മാതാവിൽ വിശ്വസിച്ച് ജീവിക്കണമെന്ന് ആണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിൻ്റെ മഹത്വം അവരും. എൻ്റെ പേര് അനിയ ടോമി. ഇതെൻ്റെ ഹസ്ബൻഡ് ബിനിൽ ജോൺ. ആൾ പെട്രോളിയം എഞ്ചിനീയറാണ്. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഈ വർഷം റിസൈൻ ചെയ്ത് NIT കാലിക്കറ്റിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ വരുന്നത് താമരശ്ശേരി രൂപതയിലെ ഊരകം ഫാത്തിമ മദർ ചർച്ച് ഇടവാംഗങ്ങളാണ് ഞങ്ങൾ. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2023 മെയ് 1 വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വിവാഹശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഹസ്ബൻഡ് പെട്രോളിയം എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ ഓഫ് ഷോറിലാണ് വർക്ക് ചെയ്യുന്നത്. 2 മാസം അവിടെ 1 മാസം നാട്ടിൽ, അങ്ങനെയാണ് വർക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളത് വളരെ ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമായി IELTS എക്സാം എഴുതി. IELTS എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് റെക്കോർഡ് സ്കോർ കിട്ടിയില്ല. രണ്ടാമതായിട്ട് വീണ്ടും നന്നായി പ്രിപ്പയർ ചെയ്ത് IELTS എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ റൈറ്റിംഗ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റാതെ എൻ്റെ കയ്യിൽ നിന്നും ഇൻവിജിലേറ്റേഴ്സ് പേപ്പേഴ്സ് മേടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അന്ന് എക്സാം എഴുതി പുറത്ത് വന്ന് നിന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു കൃപാസനത്തിൽ വരണം, ഉടമ്പടി എടുക്കണം. പിറ്റേ ദിവസം എൻ്റെ അനുജത്തിയെയും കൂട്ടി ഞാൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് 15 ദിവസങ്ങൾക്ക് ശേഷം റിസൾട്ട് വന്നപ്പോൾ വളരെ അത്ഭുതകരമായ റൈറ്റിങ്ങിന് 6.5 സ്കോർ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നീട് കാശുരൂപം കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയയിലെ ഓരോ പ്രൊഫസേഴ്സിനും മെയിൽ അയക്കാൻ തുടങ്ങി. PhD ചെയ്യുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്, റിസർച്ച് ചെയ്യുക എന്നുള്ളത് ആഗ്രഹമാണ്, കെമിസ്ട്രിയാണ് സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ കാശുരൂപം കയ്യിൽ മുറുക്കി പിടിച്ച് ഓരോ പ്രൊഫസേഴ്സിനും മെയിൽ അയച്ചു. അതിലൊരു പ്രൊഫസർ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുകയും ഇൻ്റർവ്യൂ പോലും നടത്താതെ എനിക്ക് അഡ്മിഷൻ്റെ എല്ലാ പ്രോസസ്സിങ്ങിനും ഹെൽപ്പ് ചെയ്യുകയും അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം ഇതൊരു 3 മാസത്തെ പ്രോസസ്സിംഗ് ആയിരുന്നു. അതിനുശേഷം 2 മാസങ്ങൾക്ക് ശേഷം സ്കോളർഷിപ്പ് റിജക്റ്റ് ആയി എന്നുള്ളൊരു മെയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നിയെങ്കിലും അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലുള്ള ധ്യാനം ഞാൻ ഒരിക്കലും മുടങ്ങാതെ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടാറുണ്ടായിരുന്നു. അതെന്നെ വളരെയധികം ശക്തിപ്പെടുത്തുകയായിരുന്നു. പിന്നീട് വീണ്ടും പ്രാർത്ഥനയിൽ ഉറച്ച് മുന്നോട്ട് പോയി. അതിനുശേഷം ഒരു 2 ആഴ്ചകൾക്ക് ശേഷം ആ പ്രൊഫസർ തന്നെ പരിചയപ്പെടുത്തി മറ്റൊരു പ്രൊഫസർ എനിക്ക് ഇങ്ങോട്ട് മെയിൽ അയക്കുകയും ആളെന്നെ എടുക്കാൻ തയ്യാറാണെന്നും അങ്ങനെ ഓസ്ട്രേലിയയിലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോയി. അതും 2 മാസങ്ങൾക്ക് ശേഷം അഡ്മിഷൻ ലഭിച്ചു. വീണ്ടും 2 മാസങ്ങൾക്ക് ശേഷം സ്കോളർഷിപ്പ് റിജക്റ്റ് ആയിപ്പോയി. അപ്പോഴും ഞാൻ ഈ കൃപാസനത്തിൽ വരികയും ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പ്രാർത്ഥനയിൽ ഒരടി പുറകോട്ട് വെച്ചില്ല, മുന്നോട്ട് തന്നെ വെച്ചു. അച്ഛൻ്റെ ടോക്കുകൾ മുടങ്ങാതെ കേട്ടു.
അതിനുശേഷം വീണ്ടും പ്രൊഫസർ വീണ്ടും എനിക്കിങ്ങോട്ട് മെയിൽ അയച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റും ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റും തമ്മിൽ ഒരു സ്കോളർഷിപ്പ് ഉണ്ടെന്നും നമുക്കത് അപ്ലൈ ചെയ്യാമെന്നും സാറ് തന്നെ മുൻകൈ എടുത്ത് ആ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുകയും ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ കാശ് രൂപം കയ്യിൽ പിടിച്ചാണ് ഓരോ മെയിലും സാർമാർക്ക് അയച്ചുകൊണ്ടിരുന്നത്. സാറ് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയി. അത് ഞങ്ങളൊരു 4 മാസത്തോളം വെയിറ്റ് ചെയ്തു. ആ 4 മാസത്തിന് ശേഷം അതും റിജക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് വിഷമമുണ്ട്, ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥനയിൽ നിന്ന് ഞങ്ങൾ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. അതിനുശേഷം കാനഡ സ്റ്റഡി വിസയായി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ബൈബിൾ തുറന്ന് പ്രാർത്ഥിച്ച് വചനങ്ങൾ എടുത്തതിന് ശേഷമാണ് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. കാനഡ സ്റ്റഡി വിസയുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോഴും ഞങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു. വീണ്ടും വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് 2 മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഒക്ടോബർ 30 എൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് തന്നെയാണ് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തത്. ഡിസംബർ 30 ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു മെയിൽ വന്നു. അതും വിസ റിജക്ഷൻ ആയിരുന്നു. അപ്പോൾ തന്നെ അറൗണ്ട് 9 PM ടൈമിൽ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഫാമിലിയായിട്ട് തിരിച്ച് കൃപാസനത്തിൽ വരികയും പിറ്റേ ദിവസം അച്ഛനെ കാണാനായിട്ടുള്ളൊരു അവസരം ലഭിക്കുകയും ചെയ്തു. അച്ഛനെ കാണാനായിട്ട് അന്ന് ഹസ്ബൻഡായിരുന്നു ഉടമ്പടിയിലുണ്ടായിരുന്നത്. ഹസ്ബൻഡ് ഇവിടെ നിന്ന് അച്ഛനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തപ്പം അച്ഛൻ പ്രാർത്ഥിക്കാനായി അടുത്ത് വന്നപ്പം ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം പറഞ്ഞപ്പോൾ വൈഫ് എവിടെയെന്ന് ചോദിക്കുകയും ഞാൻ ഈ കൃപാസനത്തിലെ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അച്ഛൻ ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് മുന്നോട്ട് കയറി വരാൻ പറയുകയും ഞങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ച് ബ്ലെസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം തൊട്ടടുത്തുള്ള ആളെ ബ്ലെസ് ചെയ്തതിന് ശേഷം തിരിച്ച് വന്ന് അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എല്ലാം ശരിയാകും, ഓക്കെ ആണ് എന്നിങ്ങനെ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തന്നെ തിരിച്ചുപോയി. വളരെ സങ്കടത്തോടെയാണ് ഇവിടെ വന്നത്. വളരെ സന്തോഷത്തോടെ തിരിച്ചുപോയി. പിന്നീട് ഞാൻ 5ാമതായിട്ട് ഉടമ്പടി പുതുക്കാമെന്ന് തീരുമാനിച്ചു. ഉടമ്പടി പുതുക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്തണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെയായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നത്. എല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. അരമണിക്കൂർ ബൈബിൾ വായിക്കും, കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യും. പക്ഷേ കാരുണ്യ പ്രവർത്തികൾ അത്ര പോരാം എന്ന് എനിക്ക് തന്നെ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ മലപ്പുറത്ത് നിന്ന് എറണാകുളത്ത് വരികയും ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊടുക്കുന്നതിനെ പറ്റി അന്വേഷിക്കാൻ ചെയ്യുന്നു. അന്ന് അവരെന്നോട് പറഞ്ഞത് പൊതിച്ചോറ് ഇവിടെ കൊടുക്കുന്നില്ല, പകരം നിങ്ങൾക്ക് ഒരു നേരത്തെ ഫുഡിനുള്ള സംഭാവന തരാം, അവരവിടെ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് എന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ ചെന്നു. അങ്ങനെ കൊടുക്കാമെന്നൊരു തീരുമാനത്തിലാണ് ഇവിടുന്ന് തിരിച്ചു പോയത്. വീട്ടിൽ ചെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പം ഒരു നേരത്തെ ഫുഡിനുള്ള പൈസ കൊടുക്കുമ്പോൾ എൻ്റെ എഫോർട്ടൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചു, കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ വന്നോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു പെർമിഷൻ എടുക്കണം. പെർമിഷൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പെർമിഷൻ ചോദിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു വരാം, ഹെൽപ്പ് ചെയ്യാൻ വരാം. അപ്പോൾ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കെമിസ്ട്രി ടീച്ചറായിട്ട്. ആ 2 മാസ കാലയളവിൽ എൻ്റെ വീട് കോതമംഗലത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കേഷന് വന്നതായിരുന്നു. അപ്പം ഞാൻ 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ പോയി ഹെൽപ്പ് ചെയ്തു. അപ്പം നമ്മുടെ നിയോഗങ്ങളായിട്ടുള്ള ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള നിയോഗങ്ങളൊക്കെ ഞാൻ വിട്ടു. എൻ്റെ ഉടമ്പടി എങ്ങനെ ബെസ്റ്റ് ആക്കാം എന്നാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത്. ഉടമ്പടി അതിനുശേഷം പത്രം ഞാൻ ഓരോ മാസവും മലപ്പുറത്തുനിന്ന് ഇവിടെ വന്ന് ഒരു കെട്ട് പത്രം എൻ്റെ ഈശോയോടും മാതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ 2.5 വർഷക്കാലം 1-2 മാസമാണ് മുടങ്ങിയിട്ടുള്ളൂ. അല്ലാതെ എല്ലാ മാസവും ഞാനിവിടെ വന്ന് ഒരു കെട്ട് പത്രമെങ്കിലും മേടിച്ചുകൊണ്ട് പോയി കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നീട് ഞാൻ പത്രം വളരെ ആവേശത്തോടുകൂടി കൊടുക്കുകയും അവസാനം വിശേഷവതിയായി എന്താണ് നീ ചെയ്തത് എന്ന് ഞാൻ അച്ഛൻ്റെ ഒരു ടോക്കിൽ കേട്ടു. അപ്പം ഞാൻ അതിനോടൊപ്പം തന്നെ ഒരു ബൈബിൾ വചനവും കൂടി എഴുതി പത്രത്തിനൊപ്പം കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ എനിക്കൊരു മെയിൽ വന്നു, NIT കാലിക്കറ്റിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്തു. ഈ വർഷം റിസൈൻ ചെയ്തു. ആദ്യമായിട്ട് അവിടെ പോയി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് എൻ്റെ ഉടമ്പടി കൃത്യമായി പാലിക്കണം. അത് പാലിക്കാനായിട്ട് എനിക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം. അങ്ങനെ ചേരാനായിട്ട് 3 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും എനിക്ക് ഒരു പള്ളി വേണം. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യാനായിട്ട് ചെന്നപ്പം എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവക പള്ളി താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള കട്ടാങ്കൽ പള്ളിയും ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലും തമ്മിൽ 50 മീറ്റർ ദൂരം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു മതിലിന് അപ്പുറയും ഇപ്പുറയുമായിട്ട് പള്ളിയും ഹോസ്റ്റലും. എനിക്ക് ഡെയിലി കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം വീണ്ടും IELTSൻ്റെ കാലാവധി കഴിഞ്ഞു. 2 വർഷമായി. ഇത്രയും റിജക്ഷൻസ് കിട്ടിയപ്പോഴും ഒരു നിമിഷം പോലും പ്രാർത്ഥനയിൽ മുടങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൃപാസനത്തിൽ മുടങ്ങാതെ വന്നിട്ടുണ്ട്. ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം ഒരു ദിവസം
വീണ്ടും IELTS എക്സാം എഴുതാനായിട്ട് ഞാൻ തീരുമാനിച്ചു. IELTS എക്സാമിന് വേണ്ടി ഞാൻ വീണ്ടും സെൻറ്ററിൽ പോയി IELTS എക്സാം എഴുതി. വീണ്ടും എനിക്ക് എക്സാം ഭയങ്കര പാടായിരുന്നു. അതിന് എനിക്ക് കിട്ടില്ല എന്ന് 100% ഉറപ്പായിരുന്നു. ഈ ഓരോ എക്സാമിന് പോകുമ്പോഴും എൻ്റെ കയ്യിൽ കാശ് രൂപവും അതുപോലെ തന്നെ വിശുദ്ധ ഉപ്പും ഞാൻ കൈ കരുതിയിട്ടാണ് പോവാറ്. അതിനുശേഷം റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് UK ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു മെയിൽ വന്നു. അവിടെ കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടിയതായിട്ട് എനിക്കൊരു മെയിൽ വരികയാണ്. അതിൽ കൃത്യമായിട്ട് IELTS സ്കോർ പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ 6.5ഉം അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്കോർ 5.5ഉം വേണമെന്നുള്ളത്. പിറ്റേ ദിവസത്തെ എൻ്റെ റിസൾട്ട് സെയിം റിസൾട്ടായിരുന്നു. 5.5ഉം ഒരു റൈറ്റിങ്ങിന് 5.5ഉം ഓവറോൾ 6.5ഉം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ അനുഗ്രഹമാണ്, ഇതുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോഴും ഞാൻ എൻ്റെ നിയോഗങ്ങളെ വിട്ടിരുന്നു. ഞാൻ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ NIT കാലിക്കറ്റിലായിരുന്നപ്പോഴും എല്ലാ സാറ്റർഡേയും മലപ്പുറത്തുനിന്ന് ഞാൻ കാരുണ്യ പ്രവർത്തി ചെയ്യാനായിട്ട് അതേ ഹോസ്പിറ്റലിലോട്ട് വരികയും ഹസ്ബൻഡ് വരുമ്പോൾ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യാറുണ്ട്. രോഗികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാറുണ്ട്. അതിനുശേഷം പ്രാർത്ഥിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ദിവസം പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ഇവിടുന്ന് 3 കെട്ട് പത്രമൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. അത് കൊടുത്തു തീർന്ന അതേ ദിവസം തന്നെ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററും ക്യാഷ് ലെറ്ററും UK നിന്ന് വന്നു. അതിനുശേഷം വീണ്ടും ഇതിൻ്റെ വിസ പ്രോസസ്സിങ്ങുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. വിസ പ്രോസസ്സിങ്ങുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും കൃപാസനത്തിൽ വന്ന് ഇവിടെ ഈ അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ VFS ഓഫീസിൽ ബയോമെട്രിക് എടുക്കാനായിട്ട് പോയത്. ബയോമെട്രിക് കൊടുത്തു 3-ാം ദിവസം എനിക്ക് UK ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെയിൽ വന്നു. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെ സോഴ്സ് വേണം എന്ന് ചോദിച്ച്. അപ്പം ഞാൻ ഏജൻസിയിൽ ചോദിച്ചപ്പോൾ ഏജൻസിക്കാരനോട് പറഞ്ഞത് ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. UK നിന്ന് ഇന്ന് വരെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെ സോഴ്സ് ചോദിച്ചിട്ടില്ല. ഇത് 100-ൽ ഒരാൾക്ക് പോലും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല, നമുക്ക് നോക്കാം എന്നാണ്. അവർ തന്നെ ഒരു പ്രതീക്ഷ മങ്ങിയിരുന്നു അവരുടെ. അപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല അന്ന്. കാരണം ഒരുപാട് റിജക്ഷൻസ് കിട്ടി. അപ്പോഴൊക്കെ പ്രാർത്ഥനയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അച്ഛൻ്റെ ടോക്കുകളാണ്. ഡെയിലി ബ്ലെസ്സിങ് ഞാൻ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. 5:30 തന്നെ ഞങ്ങൾ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. മുട്ടയിൽ നിന്നാണ് ഞങ്ങൾ കൂടാറ്. അതിനുശേഷം ഒരു ദിവസം ധ്യാനത്തിൽ ഞാൻ കേട്ടു, നിങ്ങളുടെ കാര്യം വൈകുകയില്ല, ഡിസംബർ മാസത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് അച്ഛൻ പറയുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് എൻ്റെ കാര്യം തന്നെയാണ്. അതിനുശേഷം വീണ്ടും ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ 2 ദിവസത്തിനുള്ളിൽ എങ്ങനെയൊക്കെ ഒപ്പിച്ച് അത് സബ്മിറ്റ് ചെയ്തു. അത് സബ്മിറ്റ് ചെയ്ത് 2-ാം ദിവസം എനിക്ക് വിസ സക്സസ്ഫുൾ എന്നുള്ള മെയിൽ വന്നു. മെയിൽ വന്നിട്ട് 2 ദിവസത്തിന് ശേഷം പാസ്പോർട്ട് കയ്യിൽ കിട്ടുകയും ആ പാസ്പോർട്ടുമായി പിറ്റേ ദിവസം തന്നെ മലപ്പുറത്ത് നിന്ന് കൃപാസനത്തിൽ വന്ന് പാസ്പോർട്ട് മാതാവിനെ കാണിച്ച് നന്ദി പറഞ്ഞ് ഞാൻ തിരിച്ചുപോയി. അതുപോലെ തന്നെ ഹസ്ബൻഡ് അപ്പോൾ അബുദാബിയിലായിരുന്നു. ഹസ്ബൻഡ് ലീവിന് വന്നപ്പോൾ ഉടനെ തന്നെ ഹസ്ബൻഡിൻ്റെ പേപ്പർ വർക്കുകളും മുന്നോട്ട് കൊണ്ടുപോയി. VFS ഓഫീസിൽ വീണ്ടും എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ 2 പേരും കൂടെ മലപ്പുറത്തുനിന്ന് വീണ്ടും കൃപാസനത്തിൽ വന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് VFS ഓഫീസിൽ പോയത്. VFS ഓഫീസിൽ പോകുമ്പോഴൊക്കെ എല്ലായിടത്തും പരിശുദ്ധ ഉപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പും എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഓരോ പേജിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ച്, പാസ്പോർട്ടിൻ്റെ എല്ലാ പേജിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾ. ഹസ്ബൻഡിൻ്റെ സബ്മിറ്റ് ചെയ്ത് 3-ാം ദിവസം വിസ സക്സസ്ഫുൾ എന്നുള്ള മെയിൽ വന്നു. വിസ സക്സസ്ഫുൾ മെയിൽ വന്നതിന് ശേഷം 2-ാം ദിവസം ഞങ്ങൾക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടി. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു, ഹസ്ബൻഡ് ഈ ഫ്രൈഡേ അബുദാബിയിലേക്ക് തിരിച്ചു പോവുകയാണ്. റിസൈൻ ചെയ്യാനായിട്ടുള്ള കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. അതിനു മുമ്പായിട്ട് ഞങ്ങൾ 2 പേരും ഒന്നിച്ച് വന്ന് കൃപാസനത്തിൽ സാക്ഷ്യപ്പെടുത്തും എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. ഈ സാക്ഷ്യപ്പെടുത്തുന്നതിന് ഇവിടെ വന്ന് ആദ്യം സാക്ഷ്യം പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മറ്റുള്ളവരോട് പറയുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് ഈ കാര്യം മറ്റുള്ളവർക്കൊന്നും അറിയില്ല. അതുപോലെ തന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇനി സെപ്റ്റംബർ 10-ാം തീയതി ഞാൻ UK പോവുകയാണ്. ഞാനാണ് ആദ്യം ട്രാവൽ ചെയ്യുക. അക്കോമഡേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി, എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അതിനുശേഷം റിസൈൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഹസ്ബൻഡും 2 ആഴ്ചയ്ക്കുള്ളിൽ ട്രാവൽ ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റമാണ്. ഒരു നോർമൽ ക്രിസ്ത്യാനി സൺഡേസിൽ മുടങ്ങാതെ പള്ളിയിൽ പോകും, കുടുംബ പ്രാർത്ഥനയിൽ മുടങ്ങാതെ പങ്കെടുക്കും, കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ വായിക്കും. അതിലുപരി ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ അരമണിക്കൂറെങ്കിലും മിനിമം ബൈബിൾ വായിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. യാത്രയിലാണെങ്കിൽ കൂടിയും ഞാൻ മൊബൈലിൽ ബൈബിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ട്രെയിനിലാണെങ്കിൽ കൂടിയും ഞാൻ മൊബൈലിൽ ബൈബിൾ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു അനുഗ്രഹം. ഞാൻ ഒരിക്കലും അങ്ങനെ കുമ്പസാരിച്ചിട്ടില്ല. ഉടമ്പടിക്ക് ശേഷം ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയിൽ
സൺഡേസിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന ഞാനിപ്പം ഇട ദിവസങ്ങളിലും പോകാനായിട്ട് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്. അതുപോലെ തന്നെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ, വളരെ ശാന്തമായിട്ടുള്ളൊരു സ്വഭാവത്തിലോട്ട് വരികയും അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെയധികം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുക. ഒരു പള്ളിയിൽ കയറിയ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഒരു സ്വർഗ്ഗസ്നായ പിതാവ്, ഒരു നന്മ നിറഞ്ഞൊരു പിതാവിനും പുത്രനും വെക്കാതെ ഞങ്ങൾ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കാതെ ഞങ്ങൾ പോയിട്ടില്ല. അതുപോലെ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ എല്ലാ പള്ളികളിലും ചെല്ലുമ്പോൾ ഞാൻ ഈശോയുടെ രൂപത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ പറയാറുണ്ട്, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇത്രയും റിജക്ഷൻസ് കിട്ടിയപ്പോഴും ഞാൻ ഈശോയുടെ മുഖത്ത് നോക്കി പറയാറുണ്ട്, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒരടി പ്രാർത്ഥനയിൽ ഞങ്ങൾ പിന്നോട്ട് വെച്ചിട്ടില്ല. എന്തെങ്കിലും ഇത് ശരിയാവും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി പറയുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് ആദ്യം പത്രം കൊടുക്കാൻ വളരെ മടിയായിരുന്നു. അത് ഞാൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാലും ഞാൻ കൊടുത്തു തീർക്കും, ഒരു മാസത്തിനുള്ളിലൊക്കെ കൊടുത്തു തീർക്കും. പക്ഷേ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ വളരെ ആവേശത്തോടെ പത്രം കൊടുക്കും. എവിടെ പോയാലും എൻ്റെ ബാഗിൽ കൃപാസന പത്രം ഉണ്ടായിരിക്കും. ആ പത്രമായിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ട്രെയിനിലും മാളുകളിലും എല്ലായിടത്തും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു മടി എനിക്ക് തോന്നിയിട്ടില്ല. എല്ലായിടത്തും നടന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് ടൗണിലൂടെ നടന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. ഇത്രയും തന്ന് അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഈശോയ്ക്കും മാതാവിനും യേശോ പിതാവിനും ഒരുപാട് നന്ദി. ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കുക എന്നുള്ളത്. അപ്പോൾ വൈഫ് പറഞ്ഞ പോലെ ഈ എല്ലാ റിജക്ഷനിലും എല്ലാ വിഷമഘട്ടങ്ങളിലും മുറുകെ പിടിച്ചത് പ്രാർത്ഥന എന്നൊരു മാത്രമായിരുന്നു. ജപമാല ചെല്ലുക, ബാക്കി എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് ഉറച്ച് ഒരു പിടി പോലും പുറകോട്ട് പോവാതെ പ്രാർത്ഥന എന്നത് ഒറ്റൊരിത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങളിവിടെ ഞങ്ങളുടെ പാസ്പോർട്ടും വൈഫിൻ്റെ ടിക്കറ്റുമായി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇനി അങ്ങോട്ടും എല്ലാ രീതിയിലും മുന്നോട്ടുള്ള എല്ലാ അവസരത്തിലും ഈശോയും മാതാവും യേശുപിതാവും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുപോലെ വ്യക്തിജീവിതത്തിൽ ഞങ്ങൾക്ക് പറയുവാണെങ്കിൽ ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത്രയും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഓരോ ദിവസവും ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലായാലും എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും ചുമ്മാ ഒന്ന് വീടിൻ്റെ പുറത്ത് പോയാൽ പോലും കാശ് രൂപ എൻ്റെ പേഴ്സിലോ എൻ്റെ പോക്കറ്റിലോ ഉണ്ടാവും. അതുപോലെ ഉപ്പ് ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ഉണ്ടാവും. വണ്ടിക്കാണ് പോകുന്നത് കൊണ്ട് എപ്പോഴും ഉപ്പുണ്ടാവും. എവിടെ ഉപ്പും കാശ് രൂപവും പ്രയോഗിച്ചിട്ടുണ്ടോ അതൊന്നും നടക്കാതിരുന്നിട്ടില്ല. പക്ഷേ എന്തൊക്കെ റിജക്ഷൻ വന്നിട്ട് നമ്മളെ ദൈവം താഴോട്ട് പോയെങ്കിലും അത് നല്ലതിന് വേണ്ടിയായിരുന്നു ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി. അങ്ങനെ ഈശോയും മാതാവും യേശുപിതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ജീവിതകാലം മൊത്തം ഇതുപോലെ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ പോകുമെന്ന് ഞങ്ങൾ. എൻ്റെ പേര് അജേഷ്. ഞാൻ വടകരയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 നവംബർ 27-നാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ സാഹചര്യം എൻ്റെ കടബാധ്യതയാണ്. കടബാധ്യത എന്ന് വെച്ചാൽ എൻ്റെ അങ്ങേയറ്റം കടബാധ്യതയാണ്. ഞാൻ ഒരു പുതിയ ഭവനം നിർമ്മിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ എന്നെക്കൊണ്ട് എല്ലായിടത്തും ഞാൻ ഒരു കടം മേടിച്ച്, ലോണായിട്ടും വ്യക്തികളെ എല്ലാം പലയിടത്തും കടം മേടിച്ച് അവസാനം എനിക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടായി. ഞാൻ കൊടുക്കുന്ന പൈസ എല്ലാം അവർക്ക് എല്ലാ ബാങ്കിലും എല്ലാ വ്യക്തികൾക്കും അവരുടെ പലിശക്ക് മാത്രമായി തികഞ്ഞു. മുതലിൽ ഒരു ഉറുപ്പ്യ പോലും മുതലിലേക്ക് കൊടുക്കാൻ അത് എത്തിക്കില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു KSFE ചിട്ടി ചേർന്നിട്ട് ആ കിട്ടുന്ന ചിട്ടി വിളിച്ചിട്ട് എനിക്ക് കടം വീട്ടാൻ തീരുമാനിച്ചു. ഒരു മാസം 4 നാർക്കെടുക്കും ആ ചിട്ടിയിൽ. അങ്ങനെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചിട്ടി ചേർന്ന് ആ ചിട്ടിയായിട്ട് 1 മാസമായി 2 മാസമായി 1 വർഷങ്ങളായി എനിക്ക് കിട്ടിയില്ല. ഞാൻ അവിടെ ജോസിൻ്റെ ഒക്കെ പോയതും അമ്പലങ്ങളിൽ പോയതും അത് കടം വെച്ചും. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ഒരു ഫാമിലി സുഹൃത്തായ അതിന് മുന്നേ ഞാൻ എൻ്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ഞാൻ പുതിയ നിർമ്മിച്ച വീട് വിറ്റ് ഞങ്ങൾക്ക് എൻ്റെ കടം വീട്ടി ഒരു ചെറ്റക്കൂട്ടിൽ മതി, സമാധാനത്തൊന്നും ഉറങ്ങാൻ പറ്റുമല്ലോ എന്ന് സമാധാനിച്ചു. പക്ഷേ വീട് കാണാൻ പല ആൾക്കാരും വരും. പക്ഷേ എല്ലാവരും വരും, വീട് ഇഷ്ടപ്പെടും, പോകും. ഒരു റിപ്പോർട്ടും കാര്യം ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഞാനും എൻ്റെ ഭാര്യയും തീരുമാനിച്ചു, നമുക്ക് എന്തിനങ്ങനെ ജീവിക്കുന്നത്, നമുക്ക് മരിച്ചു കളിയാം. പക്ഷേ മരിച്ചു കളിയാൽ എനിക്ക് മരിക്കുന്നതിന് കുഴപ്പമില്ല. എനിക്ക് 2 മക്കളുണ്ട്. 2 മക്കൾക്ക് എങ്ങനെ ഞാൻ ഇത് വിഷം കൊടുക്കുമെന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. സത്യം പറയാം, ഞാൻ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് സയനൈഡിനെ പറ്റി ഞാൻ അന്വേഷിച്ച് അത്രത്തോടെ ഞാൻ ചിന്തിച്ച്, ഞാൻ മക്കൾക്ക് കൊടുക്കുമ്പോൾ ചിന്തിച്ച് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുനീര് വരും, എങ്ങനെ കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ടായ പപ്പാട്ടനുണ്ട് വടകരയുടെ. ഞാൻ എൻ്റെ സങ്കടം മുഴുവൻ പപ്പാട്ടനോട് പറഞ്ഞു, പപ്പാട്ട എൻ്റെ സ്ഥിതി ഇതാ,
ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് നീ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പണാക്കി കൃപാസന സാക്ഷി നീ കേട്ട് നോക്കി, അതിൻ്റെ ഉത്തരം എനിക്ക് മാതാവ് എനിക്ക് തരും, അത് നീ കണ്ടു നോക്കുന്നതാണ്. ഇനി ലാസ്റ്റ് അമ്മയും കൂടി ഞാൻ നോക്കട്ടെ. ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് സാക്ഷ്യം കേട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം. എനിക്ക് ഉടനെ തന്നെ ഇവിടെ എത്തണം എന്നൊരു ഭയങ്കര അധികം ആഗ്രഹം വന്ന്. അപ്പം പപ്പാട്ടൻ്റെ വീട്ടിൽ പോയി, പപ്പാട്ട അവിടെ പോകുന്ന വഴി എങ്ങനെയാണ്, എനിക്ക് വേഗം തന്നെ പോകണം. അപ്പം അവർ പറഞ്ഞ് നീ ഇന്നേ വഴി കൂടി പോയാൽ മതി. ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ മാതാവിനെ ക്ഷണിച്ച് വരുത്തി എന്ന് പറയാം. എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി ഫസ്റ്റ് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഫസ്റ്റ് മാതാവിൻ്റെ ഫോട്ടോവും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഒരു പുറത്തുള്ള എൻ്റെ അമ്മയും അച്ഛനെല്ലാം കാണുമ്പോൾ എനിക്കൊരു കുറവും ഒരു ചമ്മലുമായിരുന്നു. പക്ഷേ കുറച്ച് കാലം അങ്ങനെ പതുങ്ങി ബെഡ്റൂമെല്ലാം കൊണ്ടുപോയി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ പിന്നെ അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ തോന്നി അങ്ങനെ ചെയ്യാൻ പാടില്ല. ജീവിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന ദൈവമാണ്. അവരെ 10 ആളെ മുന്നിൽ നിന്ന് നമ്മൾ ഏറ്റു പറയണം, എന്നാലും നമ്മളെ സാക്ഷിയാവും അപ്പോൾ ഞാൻ എൻ്റെ ലിവിങ് റൂമിൽ മാതാവിൻ്റെ ഫോട്ടോവും ഈശോ അപ്പൻ്റെ ഫോട്ടോയും വെച്ച് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമായിട്ട് എല്ലാ ദിവസവും ഇന്ന് വരെ ഒരു പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല. എൻ്റെ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് വൈകല്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ രണ്ടാമത്തെ പൂത്തിക്കതിന് ശേഷം ഞാനൊരു പുലർച്ചെ ഒരു സ്വപ്നം കണ്ട്, ഒരു പൂമ്പാറ്റ ഒരു ഞായറാഴ്ച ഒരു പൂമ്പാറ്റ വന്നിട്ട് എൻ്റെ ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കുന്നത്. അപ്പോൾ അതിലെന്നോട് യേശു 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 എന്നാണ് എൻ്റെ കേൾക്കുന്നത്. ഞാൻ എൻ്റെ വൈഫോട് പറഞ്ഞു ഇന്നിങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അന്ന് രാവിലെ ഞാൻ എല്ലാ ഞായറാഴ്ചയും കുർബാനക്ക് പങ്കെടുക്കലുണ്ട്. കുർബാന പോയി നോക്കുമ്പോൾ ആ ആൾത്താരയിൽ ഞാൻ സ്വപ്നം കണ്ട പൂമ്പാറ്റ തന്നെ ഈ ആൾത്താർ ഫുള്ളായിട്ട് ഞാൻ കുർബാന കഴിയുന്നത് വരെ ആ പൂമ്പാറ്റ ഇങ്ങനെ ചുറ്റി പാറി നടന്ന് ഭയങ്കര എനിക്ക് അന്നൊരു സമാധാനമായി. യേശു അപ്പ എൻ്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ സുഗന്ധാഭിഷേകം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സുഗന്ധാഭിഷേകം വന്നുകൊണ്ടിരിക്കും. എനിക്കിങ്ങനെ സ്മെല്ല് വരുമ്പോൾ ഞാൻ വൈഫോട് ചോദിക്കും കുഞ്ഞുങ്ങൾക്ക് മണക്കുന്നുണ്ടോ? അപ്പോൾ പറയും എനിക്ക് കിട്ടിയില്ലല്ലോ, നിങ്ങൾ ഭാഗ്യവാനാണ്, മാതാവ് കൂടെയുണ്ട്. അപ്പോൾ 2 പുതുക്കൽ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സാക്ഷിയാക്കിക്കില്ല. 3ാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ മാതാവ് കേസ് വെച്ചിട്ട് എനിക്ക് കിട്ടി. വളരെ സന്തോഷമായി. പിന്നെ ഞാൻ ഒരു വീട് വെച്ചിരുന്നു. വീട് വെച്ചതിന് ശേഷം അതിൻ്റെ മുറ്റം മുഴുവനായിട്ട് പുല്ലും കാടും നിറഞ്ഞ ഒരു വൃത്തികേടായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു 4 വർഷമായി എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ഇൻ്റർലോക്കോ കല്ലോ എന്ത് വെക്കണം, ഒരു ചുറ്റുമാതിരി കെട്ടണം, ഒരു വീട് വൃത്തിയായി വെക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്ത് ഞാൻ ആ പൈസയ്ക്ക് ചിട്ടിയിൽ നിന്ന് കിട്ടിയ പൈസ കുറച്ച് മിച്ചം വെച്ച് അതെല്ലാം ചേർത്ത് പകുതി കടം തീർന്നു. എന്നാലും എൻ്റെ കടം ബാക്കിയാണ്. ഞാൻ എത്ര ജോലി ചെയ്ത് ഞാൻ നല്ലൊരു വെൽഡിങ്ങിൻ്റെ പണിക്കാരാണ്. പണിയെടുത്ത് ജോലിയെടുത്ത് കഴിഞ്ഞ ശേഷം എനിക്ക് കിട്ടുന്ന പൈസ തീർത്തും മുഴുവനായിട്ടും എല്ലാവരുടെയും ഇൻട്രസ്റ്റ് മാത്രമേ അടക്കാനേ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് മാതാവേ എനിക്കൊരു വഴി കാട്ടിത്തരണം, എനിക്ക് പകുതി കട കഴിഞ്ഞിട്ടുള്ളൂ, ഒരു കടം കൂടി എനിക്ക് പകുതിയും കൂടി തീർത്താൽ ഒരു വഴി കാട്ടിത്തരണമേ, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മനസ്സിലൊന്ന് ആരോ പറയുന്നത് പോലെ തോന്നി, നീ വീണ്ടും ചിട്ടി വീണ്ടും കേസ് വെച്ചിട്ട് ചേര്. ഞാൻ ചേർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മോളെ ആകെ ഒരു ചെറിയൊരു അല്പവൻ്റെ ഒരു ചെയിനുണ്ടായിരുന്നു, അത് വിറ്റ്. ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ആരും പുറത്തുള്ള അറിയില്ല, അമ്മയൊന്നും അറിയില്ല. ആ വിറ്റ് ശേഷം എടുത്ത് ആ പൈസ ഞാൻ ചിട്ടി ചേർത്ത്. പിന്നെ മാസം അടക്കേണ്ടതല്ലേ, ഞാൻ വിചാരിച്ച് അമ്മ മാതാവ് പറഞ്ഞതുകൊണ്ട് ഫസ്റ്റത്തെ മാസം തന്നെ എനിക്ക് കേസ് ചിട്ടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച്. പക്ഷേ കിട്ടിയില്ല. 2 ആയി 3 ആയി 4 ആയി കിട്ടിയില്ല. ഞാൻ ഓരോ മാസം കഴിയുന്തോറും മാതാവിനോട് പറയും, മാതാവേ. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തനം കുറവായിരുന്നു, അതായിരിക്കും. ഞാൻ പിന്നെ കൂടുതൽ ചെയ്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവസാനം ഞാൻ ഈ ചിട്ടി കൊടുക്കുന്ന പൈസ എന്ന് വെച്ചാൽ ഞാൻ ബാങ്കിലേക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ പൈസയാണ്. അത് സ്റ്റോപ്പ് ചെയ്ത് ആ പൈസയാണ് KSFയിൽ ചിട്ടി കൊടുക്കുന്നത്. അപ്പോൾ ആ 4 മാസത്തെ കുടിശ്ശിക വന്ന് അപ്പോൾ ആ ബാങ്കുകാർ എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ വീട് എവിടെയാണ്, ഞാൻ അവിടെ വരുന്നുണ്ട്, പിന്നെ നിയമ നടപടി എടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അതും ടെൻഷനായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ അടുത്ത മാസം എനിക്ക് ചിട്ടി കിട്ടിയില്ലെങ്കിൽ മാതാവേ ഞാൻ ചിട്ടി ഞാൻ ക്ലോസ് ചെയ്യൂ,
നിർത്തിവെക്കും. എനിക്ക് രണ്ടും കൊണ്ടുപോകാനാവില്ല. ബാങ്കുകാർ തന്നെ വീട്ടിൽ വന്ന് എന്നെ നാണം കെടുത്തും. എന്തെങ്കിലും മാതാവ് ചെയ്യണം, അമ്മയുടെ പ്രത്യക്ഷനെ സാക്ഷിയാക്കി എന്നെ മാറ്റണം മാതാവേ ഞാൻ പ്രാർത്ഥിച്ച്. 5-ാമത്തെ മാസമാകട്ടെ ഞാൻ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാനും എൻ്റെ ഭാര്യയും എല്ലാവരും പ്രാർത്ഥിച്ച്. അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വരാത്ത അത്രത്തോളം സങ്കടമായിരുന്നു എനിക്ക്. പക്ഷേ അത് ദൈവാധീനം കൊണ്ട് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ആ ചിട്ടി എനിക്ക് നേടിത്തന്ന്. മഹാത്ഭുതം എന്ന് പറയട്ടെ. എൻ്റെ ഇപ്പോൾ എനിക്ക് 16 ലക്ഷം റുപ്യ കടമായിരുന്നു. 16 ലക്ഷം റുപ്യ. ഇപ്പോൾ എനിക്ക് ഇന്ന് വരുമ്പോൾ എനിക്ക് 1 ഉറുപ്യ കടയില്ല. എൻ്റെ കടബാധ്യത എല്ലാം മാതാവ് വീട്ടി. 2 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് എൻ്റെ വീടും പരിസരവും എല്ലാം മാറി, എൻ്റെ കടം മാറി. അപ്പോൾ പല ആൾക്കാർ എന്നോട് ചോദിക്കൂ, നിനക്ക് പിന്നെ ക്രിസ്ത്യൻസിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും പള്ളിയിൽ നിനക്ക് പൈസ തന്നിക്കോ, എനിക്ക് അവരെന്ത് തന്നിക്കോ, ഞാളും ചേരുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും എനിക്കും തരുവാൻ പറ്റുമോ? അവരോട് പറഞ്ഞു, അങ്ങനല്ല, ഇത് ഉടമ്പടിയാണ്, അവർ പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നിയോഗം നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചാൽ നിനക്ക് മാതാവ് കൊണ്ടുതരും അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ എല്ലാപ്പോഴും എൻ്റെ സ്റ്റാറ്റസിൽ എല്ലാപ്പോഴും എൻ്റെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളായിടുക. അപ്പോൾ പല ആൾക്കാരെ ചോദിക്കാറുണ്ട്, നീ എന്താടാ ക്രിസ്ത്യനാവും? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വാസം മാറ്റി ഏറ്റവും ഞാൻ ജീവിക്കുന്ന ദൈവത്തിലേക്ക് മാറി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എനിക്ക് പല ആൾക്കാരെന്നെ വിളിച്ച് ചോദിക്കൂ. ചില ആൾ എന്നോട് അസൂയ കൊണ്ടും ചില ആൾ സഹതാപം കൊണ്ടും ചോദിക്കൂ. അപ്പം അങ്ങനെ പല അത്ഭുതങ്ങൾ. പിന്നെ എനിക്ക് കൈകൾ വേദനകൾ വരുമ്പോഴെല്ലാം ഞാൻ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നതിന് ശേഷം അത് രാവിലെ നമുക്ക് അത് ആ വേദന ഉണ്ടാവുകയില്ല. അങ്ങനെ പല ആപത്തുകളിൽ നിന്നും ഞാൻ എവിടെ പോകും, എൻ്റെ വീട്ടിൽ നിന്ന് മുറ്റത്തിറങ്ങുമ്പോഴടക്കം ഞാൻ മാതാവിനോട് ചോദിക്കും, മാതാവേ ഞാൻ ഇന്ന സ്ഥലത്ത് പോകാം, മാതാവേ എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ വന്നേ തീരും മാതാവേ, അങ്ങനെ എന്നെ സംരക്ഷിക്കണേ. അതേപോലെ എന്നെ പല ആപത്തുകളിൽ നിന്നും എന്നെ രക്ഷിച്ചു. ഒരിക്കൽ പാമ്പ്, ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു ഓടിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടായിരുന്നു. ഞാൻ അടിയിൽ കൂടി പോയെടുക്കുമ്പോൾ എന്തോ ഭാഗ്യം എന്നറിയില്ല, പാമ്പ് എന്നെ കടിച്ച് പാമ്പ് താഴെ വീണു. അന്നേരം വിചാരിച്ച് മാതാവിനെ രക്ഷിച്ചു. അങ്ങനെ പല ആപത്തിൽ നിന്ന് രക്ഷിച്ചു. എൻ്റെ വീടിപ്പോൾ ശാന്തിയും സമാധാനം നിറഞ്ഞ വീടായിരിക്കുന്നു. 2 വർഷം കൊണ്ട് എനിക്ക് ജീവിതകാലത്ത് ഇതുവരെ അനുഭവിക്കാത്ത സുഖം എനിക്ക് മാതാവ് കൃപാസന മാതാവ് എനിക്ക് നടന്നു. എൻ്റെ മരണം വരെ എന്നെക്കൊണ്ട് ആകുമ്പോലെ എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ ഞാൻ പത്രം കൊടുക്കും, ഒരു കുറവും കാര്യങ്ങളായിരുന്നു. ആർക്കെങ്കിലും എന്നെ വഴക്ക് പറയുമോ എന്തെങ്കിലും ഒരു പരിഹാസമായിരുന്നു. പിന്നെ ഞാൻ അച്ഛൻ പറയുന്നതുപോലെ എല്ലാം ഞാൻ ചോദിക്കൂ, എന്നാലും വഴക്ക് പറയാത്ത എന്താണ്, പറയട്ടെ, എന്നാൽ എനിക്ക് ഒരു ദേവരാജ്യത്തിലേക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂ, പറയട്ടെ ഞാൻ കൊടുക്കും. അത് അവനെല്ലാവരും കൊടുക്കും. ഞാൻ നടന്ന് പോയിട്ട് എൻ്റെ ടൗണിൽ തന്നെ പോയിട്ട് എല്ലാവരുടെ പോയി ഞാൻ പത്രം കൊടുക്കും. ചില ആൾ തന്നെ ഒരു പുച്ഛത്തോടെ നോട്ടവും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ അവരെ അറിയാണ്ട് ചെയ്തു പോയതാണ്, അവർ ക്ഷമിച്ചേക്കണമേ. അതേപോലെ ഒരിക്കൽ പത്രം കൊടുത്ത ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പത്രം കൊടുത്ത ശേഷം ഞാൻ തിരിച്ച് അവരെ വാച്ച് ചെയ്തിട്ടുണ്ട്, അവരെന്താ ചെയ്യുന്നതെന്ന്. വാച്ച് ചെയ്തുകൊണ്ട് അവർ പൊതിച്ചോറിൻ്റെ അകത്ത് എൻ്റെ ആ കൃപാസന പത്രം പൊതിച്ചോറ് പൊതിഞ്ഞ് കൊണ്ടുവരുന്നു. എൻ്റെ നെഞ്ഞ് തകർന്നു പോയി. ഞാൻ ഓടിപ്പോയി അവരോട് പോയി ചോദിച്ചു, നിങ്ങൾ എന്തെന്നാ ചെയ്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇത് വായിക്കണം, ഇത് പരിശുദ്ധമായ സാധനമാണ്, ഇങ്ങനെ ചോറിനാണ് ഞാൻ മേടിച്ചു തരാം, ഇങ്ങനെ പത്രം നിങ്ങൾക്ക് വേണ്ട എനിക്ക് തന്നേക്ക്, ഞാൻ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കാം. ഞാൻ പത്രം വാങ്ങി വേറെ കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ പൊതിച്ചോറുണ്ടാക്കി എൻ്റെ റോഡരികളിലും ഭക്ഷണം കിട്ടാത്തവർക്കും വേണ്ടി ഞാൻ മാസത്തിൽ 2 പ്രാവശ്യം ഞാൻ അങ്ങനെ എല്ലാവർക്കും പോയി കൊടുക്കും. പിന്നെ രോഗികൾക്ക് വേണ്ടി ഞാൻ എന്നെക്കൊണ്ടാകുന്ന സഹായം ഞാൻ ചെയ്യും. ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയും പിന്നെ വീട്ടിൽ രോഗിയായിട്ട് കിടക്കുന്നവർക്കും വേണ്ടിയിട്ടും എന്നെക്കൊണ്ടാകുന്ന പരമാവധി ആർക്കെല്ലാം എന്നെക്കൊണ്ട് സഹായിക്കുമോ അതെല്ലാം ചെയ്യാനാവും. പിന്നെ എൻ്റെ ഉടമ്പടിയിലൂടെ എൻ്റെ ജീവിതം മാറിയതെന്ന് വെച്ചാൽ ഞാൻ ഒരു മുൻകോപക്കാരനാണ്. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. അതേപോലെ ഭയങ്കരമായിട്ട് എടുത്തുചാട്ടമാണ്. എടുത്തുചാട്ടം കൊണ്ടാണ് എൻ്റെ കടബാധ്യത വന്നത്. ഉടമ്പടി എത്തിയ ശേഷം ഞാൻ മദ്യപിക്കാറുണ്ട്. മദ്യപാനം ഇപ്പോൾ 2 വർഷമായി പൂർണ്ണമായി നിരോധിച്ചു ഇല്ല. അതുപോലെ ഇപ്പോൾ എല്ലാവരോടും എന്താണെന്നറിയില്ല, ഒരു സങ്കടം കണ്ടാൽ എനിക്ക് ഭയങ്കരമായി അലിഞ്ഞു പോകും.
ആർക്ക് എത്ര കൊടുത്താലും എനിക്ക് മതി വരില്ല എന്നുവെച്ചാൽ മതിയാവോളി ആ കുറഞ്ഞു പോയോളി എന്നൊരു ചിന്താഗതിയാണ് എനിക്ക്. ഇപ്പോൾ എനിക്ക് ദൈവം അപ്പോൾ ഇന്ന് പറയേണ്ടത് ഒരു ഭയങ്കര കാര്യം, ഒരു മറ്റുള്ളവരെ സങ്കടം കാണുമ്പോൾ ഭയങ്കര മനസ്സ് വല്ലാതെ അലിഞ്ഞു പോവും. എത്ര ശത്രുവായിക്കോട്ടെ മിത്രമായിക്കോട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും, മാതാവേ അവരങ്ങ് രക്ഷിക്കണേ. അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു മനുഷ്യനായി ജീവിക്കാൻ പറ്റിയ എനിക്ക് ഈ 2 വർഷത്തിനുള്ളിൽ മൃഗമായിരുന്ന തന്നെ മനുഷ്യനായി ജീവിച്ച് മാതാവിൻ്റെ കോടാനുകോടി നന്ദി. മാതാവ് എന്നും എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ എന്നും മാതാവിനെ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം. എൻ്റെ പേര് സ്വപ്ന. ഞാൻ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2022 നവംബർ 12-ാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യമേ ഈശോയ്ക്കും അമ്മമാതാവിനും പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് 2ാമതൊരു സാക്ഷ്യം കൂടി പറയാൻ എനിക്ക് അവസരം തന്ന ഈശോയ്ക്കും അമ്മമാതാവിനും ആദ്യമേ 1000 നന്ദി പറയുന്നു. ഇന്നെനിക്ക് പറയാനുള്ള ഒരു വലിയ, എൻ്റെ ജീവിതത്തിൽ ജൂൺ മാസം 1-ാം തീയതി നടന്ന വലിയൊരു അത്ഭുതമാണ് എനിക്ക് പറയാനുള്ളത്. അമ്മമാതാവ് വഴി എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതം എന്ന് വെച്ചാൽ, എൻ്റെ കൂടെയുള്ളത് എൻ്റെ മകനാണ്. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജൂൺ 1-ാം തീയതി അവന് പെട്ടെന്നൊരു ഫുഡ് പോയ്സൺ വരികയും, അതായത് അവൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞായറാഴ്ച അവൻ പള്ളിയിൽ ആൾത്താരയ്ക്ക് ശുശ്രൂഷയ്ക്ക് കയറുന്നതാണ്. അപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി അവൻ എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് ടെമ്പറേച്ചർ വെളുപ്പിന് 3:30 ആയപ്പോൾ അവൻ പെട്ടെന്ന് എഴുന്നേറ്റൊന്ന് ഛർദ്ദിച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല, കിടന്നുറങ്ങിയായിരുന്നു. പക്ഷേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ടെമ്പറേച്ചർ. അപ്പോൾ കുളിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ നീ പള്ളി വരേണ്ട, കുഴപ്പമില്ല, കിടന്നോ എന്ന് പറഞ്ഞു. ഞാൻ പനീൻ്റെ ഒരു ടാബ്ലറ്റും കൊടുത്തു. ഞാൻ പള്ളിയിൽ പോയി. മമ്മിക്കും ചെറിയ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മമ്മിയും വന്നില്ലായിരുന്നു. ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ മോൻ സെറ്റിയിൽ കിടന്നുറങ്ങുമായിരുന്നു. അപ്പം ഞാൻ ഉറങ്ങുവാണല്ലോ, ശല്യപ്പെടുത്തേണ്ടത് ഞാൻ അവനെ വിളിച്ചൊന്നുമില്ല. അത് ഞാൻ കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഹാളിൽ കൂടെ പോകുമ്പോൾ അവൻ സെറ്റിയിൽ കണ്ണു തുറന്ന് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. സെറ്റീൻ്റെ ഒരു അഴിയിൽ കൂടി ഞാൻ കണ്ടത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു നോസിയ പോലെ ഇങ്ങനെ ഓക്കാനം പോലെ ഇങ്ങനെ വന്നു. അപ്പം ഞാൻ ശബ്ദിക്കാനെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ഞാൻ അവനെ എണീപ്പിച്ചിരുത്തിയിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവന് പറയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ആ ഒരു സെക്കൻഡിൽ തന്നെ ഒരു 3 പ്രാവശ്യം അവിടെ ഇരുന്ന് അവൻ ഞെട്ടി. ആ സമയത്ത് തന്നെ ഒരു അപസ്മാരം പോലെ പെട്ടെന്ന് കൈയൊക്കെ കോച്ചി പിടിച്ചൊരു പത പോലെ വായിക്കിടെ വന്നു. ചുണ്ടെല്ലാം കൂടി നീല കളറായി. ഒരു പൾസ് റേറ്റ് പോലും ഇല്ല. പെട്ടെന്ന് തന്നെ മോൻ അവിടെ ബോധം കെട്ട് വീണു. ഒരു മിടിപ്പോ ഒന്നുമില്ലായിരുന്നു മോൻ്റെ ശരീരത്തിൽ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് അറിയില്ല. ഞാൻ നേഴ്സായിട്ട് പോലും എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആകെപ്പാടെ ഭയങ്കര ടെൻഷനായിപ്പോയി. പെട്ടെന്ന് അടുത്ത വീട്ടിലെല്ലാവരും വന്നു. വേഗം മോനെ തറയിൽ കിടത്തി. ഞാനപ്പോൾ ഒന്ന് CPR കൊടുത്തു. CPR കൊടുത്തപ്പോൾ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് കരഞ്ഞെങ്കിലും ഒരു ഡിസോറിയൻറ്റഡ് പോലെയായിരുന്നു. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ എനിക്കെന്നും എൻ്റെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കൊന്തയുടെ കൂടെ എന്നും ഉണ്ടാകും. എനിക്ക് എന്ത് ആപത്തുണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ അപ്പം മാതാവിൻ്റെ കാശുരൂപത്തെ മുറുക്കെ പിടിച്ച് ഞാൻ പറയും, അമ്മ മാതാവേ, സഞ്ചാരി മാതാവേ, സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ കാശുരൂപം ഊരിയിട്ട് ഞാൻ അവൻ്റെ കയ്യെ പിടിപ്പിച്ചിട്ട് അന്നേരം ഒന്നും അവൻ കോൺഷ്യസ് ആവുന്നില്ല. ജസ്റ്റ് കോൺഷ്യസ് ആയപ്പോഴാണെങ്കിൽ അവനൊരു പരസ്പര ബന്ധമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അന്നേരം എല്ലാം ഞാൻ മാതാവിൻ്റെ കാശുരൂപം അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിക്കാൻ കൊടുത്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് പതിയെ അവൻ പിന്നെ പേരൊക്കെ ചോദിച്ചു, പേരൊക്കെ സംസാരിച്ച് പേരൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി വീട്ടിൽ പോയിട്ടൊന്ന് സാധനങ്ങൾ എടുക്കാൻ പോയ സമയത്ത് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി കൃപാസനത്തിലെ ബോക്സ് എടുക്കണം എന്ന് പറഞ്ഞു. അതായത് ആ ബോക്സിൽ ആണ് ഞാൻ ഉപ്പും തൈലും തേനും എല്ലാം സൂക്ഷിക്കുന്ന, മാതാവിൻ്റെ ഉപ്പും എല്ലാം സൂക്ഷിക്കുന്നത് ഞാൻ ആ ബോക്സിലാണ്. മമ്മി ആ ബോക്സ് എടുത്ത് വന്നു. പെട്ടെന്ന് അവിടുത്തെ ഡോക്ടർ വന്ന് കണ്ടിട്ട് പറഞ്ഞു, വേഗം കോഴിക്കോടേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ICU ആംബുലൻസിൽ പെട്ടെന്ന് തന്നെ കോഴിക്കോടേക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ആംബുലൻസിൽ കയറ്റി. ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും ഞാൻ ചേർത്ത് പിടിച്ച് മോൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഞാൻ ആംബുലൻസിൽ അവിടെ ഹോസ്പിറ്റൽ വരെ എത്തിയത്. സഞ്ചാരി മാതാവി, ആരുമില്ല, അമ്മ കൂടെ വരണേ, എൻ്റെ മോനൊരാപത്തും വരുത്തല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് എൻ്റെ മാതാവിന് ഈശോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങൾ ആ സമയത്ത് പെട്ടെന്ന് ചെന്നപാടെ തന്നെ മോനെ, അന്ന് സൺഡേ ആയിരുന്നു, ജൂനിയർ ഡോക്ടേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചെന്നപാടെ തന്നെ MRIക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും ഒരാൾ വേണം അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഞാൻ പെട്ടെന്ന് ബ്രദറിൻ്റെ അടുത്ത് ഞാൻ കാശുരൂപം കൊടുത്തിട്ട് പറഞ്ഞു,
ചേട്ടായി അകത്തോട്ട് കയറുവാണല്ലോ, ഈ കാശ് രൂപം വെച്ച് അവൻ MRI എടുക്കുമ്പോൾ അവൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കാശ് രൂപം ചേട്ടായിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അങ്ങനെ ചേട്ടായി അകത്ത് കയറി. ആ സമയത്ത് ഞാൻ ഇന്നേവരെ ഞാൻ പ്രത്യക്ഷീകരണം മാതാവിൻ്റെ പ്രാർത്ഥനകൾ ഏത് യാത്രയിലാണെങ്കിലും ഞാനത് മുടക്കാറില്ല. ആ സമയത്ത് ഞാൻ ആ റൂമിൻ്റെ അവിടെ ആ കസേര അവിടെ തന്നെ ഇരുന്ന് ഞാൻ എൻ്റെ സന്ധിക്കുള്ള പ്രാർത്ഥന ഞാൻ ചൊല്ലാൻ തുടങ്ങി. ആ സമയത്ത് മോൻ MRI എടുക്കുകയാണ് അകത്ത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും MRIൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല, നോർമലാന്ന് പറഞ്ഞു. പെട്ടെന്ന് അവനെ പിന്നെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തില്ല, ഫ്ലൂയിഡ് മാത്രമേ ഇട്ടുള്ളൂ. സീനിയർ ഡോക്ടേഴ്സ് പിറ്റേ ദിവസം വന്ന് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം സീനിയർ ഡോക്ടേഴ്സ് ന്യൂറോളജിസ്റ്റൊക്കെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു MRIയിലൊന്നും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഉള്ളത് നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് പരിശോധനയ്ക്ക് അയക്കണം എന്ന് പറഞ്ഞു. അതും കൂടി കേട്ടപ്പോൾ കൂടുതൽ ടെൻഷനായി. അപ്പോഴും ഞാൻ മാതാവിൽ വിശ്വസിച്ചു. ഞാൻ ഉടമ്പടി തൈലം അവൻ്റെ നെറ്റിയിൽ കുരിച്ചിട്ട് പ്രാർത്ഥിച്ചു. അവന് ഫ്ലൂയിഡ് കുത്തിയെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ റിസൾട്ട് എല്ലാം നോർമലായിരിക്കണേ, അതിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഫ്ലൂയിഡിൻ്റെ റിസൾട്ടും വന്നു. ആ റിസൾട്ടിലും മോൻ ഒരു കുഴപ്പമില്ല, എല്ലാ ടെസ്റ്റും എല്ലാ കൾച്ചർ റിപ്പോർട്ടടക്കം നോർമലായിരുന്നു, അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം ICUയിൽ കിടന്നുള്ളൂ. ICUയിൽ കിടന്ന് 3-ാമത്തെ ദിവസം തന്നെ അവനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 4-ാമത്തെ ദിവസം രാവിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടേഴ്സ് വന്ന് കണ്ടിട്ട് പറഞ്ഞു, സീനിയർ ഡോക്ടർ വന്ന് കണ്ടിട്ട് പറഞ്ഞു അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാ ടെസ്റ്റ് റിസൾട്ടും ഒന്ന് കൗണ്ട് പോലും കുഴപ്പമില്ല, ചെറിയൊരു വേരിയേഷനുള്ളൂ, വേറെ ഒരു ഇൻഫെക്ഷനും ഇല്ല, ആൻറ്റിബയോട്ടിക് എല്ലാം സ്റ്റോപ്പ് ചെയ്തോ, ഓറൽ മെഡിസിൻ ആക്കിയിട്ട് വീട്ടിൽ പോക്കാമെന്ന് പറഞ്ഞിട്ട് 4-ാമത്തെ ദിവസം മോനെ ഡിസ്ചാർജ് ആക്കി. ഒരു കുഴപ്പമില്ല, പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു എൻ്റെ മകൻ. എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിന് 1000 നന്ദി. 2-ാമത്തെ സാക്ഷി എന്ന് വെച്ചാൽ, ആ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അമ്മ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. കാരണം ഞാൻ ഉടമ്പടി പുതുക്കാൻ വരാൻ കുറച്ച് സമയം വൈകിപ്പോയായിരുന്നു. എനിക്ക് ഒരു PSC ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ പ്രാർത്ഥന നിയോഗം വെച്ചിരുന്നു. പക്ഷേ എനിക്ക് PSC ജോലി ലഭിച്ചില്ലായിരുന്നു. പക്ഷേ അതിന് ഞാൻ അന്നേരം ചെയ്തുകൊണ്ടിരുന്ന ജോലിയേക്കാൾ മികച്ചൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അതിനൊരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ എന്നെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരെ കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി, ദൈവമേ ഞാൻ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഡൗട്ടായി. എങ്കിലും ഞാൻ മാതാവിൻ്റെ കാശ് രൂപം എടുത്തു. ഞാൻ എക്സാം ഹാളിൽ കയറുമ്പോൾ ഉപ്പും എടുത്തു. ഞാൻ മേശയിൽ ഉപ്പൊക്കെ വെതറി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാമിനിരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശ് രൂപ ക്വസ്റ്റ്യൻ പേപ്പറിലോട് ചേർത്ത് വെച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തത്. ക്വസ്റ്റ്യനും ആൻസർ ഷീറ്റും അവരപ്പം തന്നെ മേടിച്ച് വെച്ചു. അതെന്തൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെന്ന് എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ യാതൊരു ഇതുമില്ല. ഞാൻ എന്തൊക്കെ ആൻസറാണ് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താവും എന്നോർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അതിനകത്ത് സെക്കൻഡ് റാങ്ക് കിട്ടി. കഴിഞ്ഞ് പിന്നെ പറഞ്ഞു ഒരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ട്, ആ ഇൻ്റർവ്യൂവും കൂടി ഒന്ന് കഴിഞ്ഞിട്ടേ എക്സാം ലിസ്റ്റ് കൺഫേം ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് മാതാവ് സഞ്ചാരി മാതാവിനെ വിളിച്ച മാതാവ് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. കാശ് രൂപവും കയ്യിൽ പിടിച്ച് ഞാൻ പറഞ്ഞു മാതാവ് ഇൻ്റർവ്യൂവിൽ മാതാവും വന്നിരിക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ. എന്നാലും മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് ഞാൻ കയറി. പക്ഷെ ഞാൻ കയറിയപ്പോൾ എന്നോട് ചോദിച്ചതല്ല, നല്ല ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ലിസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് സെക്കൻഡ് റാങ്ക് തന്നെ കിട്ടി. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എനിക്ക് ജോലിയും ലഭിച്ചു. മാതാവ് ഈശോയ്ക്ക് 1000 നന്ദി. 3-ാമത്തെ ഒരു അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ മമ്മിയാണ് എൻ്റെ കൂടെയുള്ളത്. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ മമ്മിക്ക് പെട്ടെന്ന് ഒരു വെളുപ്പിൻ്റെ ഒരു 2:30 ആയപ്പോഴേക്കും ഒരു വയറുവേദന വന്നു. മമ്മി ബാത്റൂമിലേക്ക് പോയി പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ഒന്ന് വൊമിറ്റ് ചെയ്തു. ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്തു, വയറിളകി ഒന്ന് പോയി. പെട്ടെന്ന് തന്നെ മമ്മി അവിടെ ആ ബാത്റൂമിൽ അവിടെ ഇരുന്ന് തന്നെ കൊളാപ്സ് ആയിപ്പോയി. കോൺഷ്യസ് ഒരു ബോധമില്ലാത്ത പോലെ ആയിപ്പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നല്ല, ഞാനും മമ്മിയും മോനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മമ്മീനെ പിടിച്ചിരിക്കുന്നു. എനിക്കൊരു ഹെൽപ്പിന് വിളിക്കാൻ പോലും ആരുമില്ല. ഞാനപ്പോൾ ചങ്ക് തകർന്ന് ഞാൻ സഞ്ചാരി മാതാവേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു, സഹായിക്കാൻ വരണേന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മോനപ്പുറത്ത് മുറി കിടക്കുന്നുണ്ട്, എന്നാലും ഞാൻ ഇവനെ വിളിച്ചു. അവൻ കേൾക്കുമല്ലോ എന്നറിയില്ല, നല്ല ഉറക്കത്തിലായിരുന്നു അവൻ. അപ്പം ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു, മോനെ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്തിട്ട് വാപ്പെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റ് ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്നു. ഞാൻ ഉടമ്പടി തൈലം എടുത്ത് മമ്മിയുടെ നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അടുത്ത വീട്ടിലുള്ളവർ എല്ലാവരും കൂടി വന്നു, പിടിച്ച് കട്ടിലേക്ക് പെട്ടെന്ന് കിടത്തിയപ്പോഴേക്കും മമ്മിക്ക് പെട്ടെന്ന് ബോധം വന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും BP എല്ലാം നോർമൽ, ഒരു കുഴപ്പമില്ലായിരുന്നു. അന്ന് രാവിലെ തന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിന് 1000 നന്ദി. ഇതിൽ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോയും എനിക്ക് തന്നിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ 2 കെട്ട് പത്രം എല്ലാ മാസവും വിതരണം ചെയ്യുമായിരുന്നു.
പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അതായത് പേഷ്യൻ്റെ കൂടെ ബൈസ്റ്റാൻഡറൊന്നും ഇല്ലാത്ത ഒരുപാട് പേഷ്യൻസ് വരും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റും പോലെ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. ചിലപ്പോൾ വന്നവർക്ക് തിരിച്ചു പോകാൻ അവർക്ക് വണ്ടിക്കൂലി ഉണ്ടാവത്തില്ല. അപ്പോൾ അവർക്ക് എന്നെക്കൊണ്ടാകുമ്പോഴുള്ള പൈസ ഞാൻ പൈസയൊക്കെ കൊടുത്തു വിടും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓർഫനേജ് പോലെയുണ്ട്. അതായത് മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമുക്കിന്ന് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഓർഫനേജാണ്. അവിടെ പോയി ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരുടെ നഖമൊക്കെ വെട്ടിക്കൊടുത്ത് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യും. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു മുടക്കം പോലെ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച യൂട്യൂബിൽ ധ്യാനം കാണുമായിരുന്നു. ഇത്രയും ധ്യാനം തന്നെ ഈശോയ്ക്ക് അമ്മ മാതാവിനും 1000